യുദ്ധം ഒരു മാസം പിന്നിടുമ്പോൾ അത് ലോകമൊന്നാകെ വ്യാപിക്കുകയാണ്, ദൈനംദിന ജീവിതത്തിൽ ബാധിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ ഈ അടുത്തെങ്ങാനും ഇത് അവസാനിക്കുമെന്നോ? അത് കഴിഞ്ഞ വീഡിയോയിൽ മൈത്രേയൻ തന്നെ പറയുകയുണ്ടായി, ഇറാൻ ഒരു പരാജയമാകും എന്നുള്ളത്. ഇത് പൊതുവെ ആളുകൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റായി മാറിക്കൊണ്ടിരിക്കണം. ഇത്തരം രീതിയിൽ ഇറാൻ ഇപ്പോൾ ജയിക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നു. പലർക്കും ഈ സത്യം ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ടുകൾ കാണാൻ പറ്റും. ഇറാന് അങ്ങനെ ഒരു ജയസാധ്യതയുണ്ടോ, പ്രത്യേകിച്ച് ഇത്തരം ഒരു യുദ്ധത്തിൽ? ഇറാന് ജയം എന്നൊക്കെ പറഞ്ഞത് എന്ത് വല്ല കിളിത്തട്ട് കളിയൊന്നും അല്ലല്ലോ. അവിടെ അവര് മനുഷ്യന്മാരുണ്ടാക്കിയ സകല വീടും കെട്ടിടങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ പറയുന്ന പാലം സകല സാധനവും തകർന്ന് നിരപ്പണമായി കഴിഞ്ഞിട്ടില്ലേ? എന്തുവാണ് ഈ വിജയം എന്നൊക്കെ പറയുന്നത്? തകർന്ന് തരിപ്പണമായി പോയിരിക്കുന്ന ഒരു രാജ്യമായിട്ട് അതിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമില്ലേ? മിസൈൽ അയക്കുന്നത് മാത്രമല്ലല്ലോ, ഈ ദൈനംദിന ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിനെ പറ്റി ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ആ രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിതം എന്തൊരു ദുരിതത്തിലായിരിക്കും എന്നുള്ളത് ആലോചിക്കാൻ പറ്റുമോ? എത്ര സാങ്ഷൻസ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ അമേരിക്ക ശ്വാസം മുട്ടിച്ചിരിക്കുന്ന സ്ഥലമാണ്. അതിനെ വിടവിലൂടെ ഒക്കെ നടത്തിയിരിക്കുന്ന ചില എന്താ പറയണ്ട കച്ചവടവും കാര്യങ്ങളും അതും കൂടെ തകർന്നു പോകുന്ന ഒരു സ്ഥലമല്ലേ? എണ്ണ കൊടുക്കാൻ തന്നെ അവർക്ക് ഇനി കഴിയാത്ത തരത്തിൽ അവരുടെ എണ്ണ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നു, LNG ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിലെല്ലാം പോകുമ്പോ അവർ ചെയ്തില്ലേ? ഇതിനൊക്കെ ശേഷം അതിങ്ങനെ രാജ്യം പിടിച്ചെന്ന് കഴിഞ്ഞാല് മറ്റ് കപ്പലിൽ പോയി പട്ടാളം ഇറങ്ങി അവരെ കീഴടക്കുന്നില്ല എന്നൊഴിച്ച് ബാക്കി എല്ലാ തരത്തിലും നശിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശമായി മാറുന്നില്ലേ? അതിനെപ്പറ്റി ആളുകൾ കാണാതിരിക്കുന്ന കാരണം കൊണ്ടാണ് ഈ വിജയത്തിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമേരിക്കക്ക് അവര് വിചാരിച്ച പോലെ പക്ഷെ അപ്പോഴും ചരിത്രത്തിൽ ആളുകൾ ചിന്തിക്കുന്നത് ഇപ്പൊ വിയറ്റ്നാമിനോട് യുദ്ധം ചെയ്ത് പിന്മാറിയ കാര്യം, ഇപ്പൊ അശോകൻ പിന്മാറിയ ഒരു ചെറിയ രാജ്യത്തോടാണ്. എല്ലാ സ്ഥലങ്ങളിലും നിന്നും അമേരിക്ക പിൻവാങ്ങിയിട്ടുണ്ടല്ലോ. അല്ലാതെ അമേരിക്ക അവിടെ കണ്ടുപോയി ഭരിക്കുന്നുണ്ടോ? പക്ഷെ ഇറാഖ് പോലുള്ള രാജ്യങ്ങൾ അവർ പിടിച്ചെടുത്ത് അവരുടേതായ ബെനിഫിറ്റ് ഇപ്പോഴും ലഭിച്ചു. അത് ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം അങ്ങനെ തന്നെയാ. അത് വിയറ്റ്നാം സഹിതവും അങ്ങനെ തന്നെയാ. നമ്മൾ അങ്ങനെ അല്ലെന്ന് വിചാരിക്കരുത്. നമ്മളിപ്പോ മനസ്സിലാക്കാനുള്ളത്, പണ്ടത്തെ പോലെ ഒരു രാജ്യത്തെ ജനത സഹകരിച്ച് നിൽക്കാതെ ആർക്കും ഭരിക്കാൻ പറ്റത്തില്ല. മുഴുവൻ സമയവും അലർട്ടായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് മാറത്തില്ലേ സഹകരിക്കുന്ന ആൾക്കാരില്ലെങ്കിൽ? അത് ചരിത്രത്തിൽ കഴിഞ്ഞുപോയി. തോറ്റ രാജ്യത്തും തോൽപ്പിക്കപ്പെട്ട രാജ്യത്തും ഭരിച്ചോണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ മുഴുവൻ സമയവും അലർട്ടായിട്ടിരിക്കാൻ ബാധ്യതയുള്ള ഒരു ലോകത്തായി പോയില്ലേ? പണ്ടങ്ങനല്ല. ഒരു രാജാവ് വേറൊരു രാജാവിനെ തകർത്തു കഴിഞ്ഞാൽ ഈ തോൽപ്പിക്കപ്പെട്ട രാജ്യത്തിലെ ജനങ്ങൾ മുഴുവനും ജയിച്ച രാജാവിനോടൊപ്പം നിൽക്കും. അത് മനുഷ്യ ചരിത്രത്തിൽ കഴിഞ്ഞുപോയി എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ടാണ് കൊളോണിയൽ രാജ്യങ്ങളിലെല്ലാം ബലം ഉപയോഗിച്ച് ഭരിച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് റെസിസ്റ്റൻസ് ആരംഭിച്ചപ്പോ തൊട്ട് നമ്മൾ ഈ രാജ്യം എന്ന് പറയുന്ന രാജാവിനോടുള്ള കൂറിൽ നിന്ന് മാറി രാജ്യത്തിനോട് കൂറുണ്ടാകുന്ന ജനത ലോകത്ത് രൂപപ്പെട്ടു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിനെയാണ് രാജ്യസ്നേഹം എന്ന് പറയുന്നത്. അത് നേഷൻ സ്റ്റേറ്റുകൾ ലോകത്ത് രൂപപ്പെട്ടപ്പോ യൂറോപ്പിൽ തന്നെ ആയിരുന്ന ആദ്യത്തെ നേഷൻ സ്റ്റേറ്റുകളെല്ലാം രൂപപ്പെട്ടത്. അതിനോട് ബന്ധപ്പെട്ട് പിന്നെ ലോകവ്യാപകമായി രാഷ്ട്രങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് പതാകയൊക്കെ ആയിട്ട് നിൽക്കുന്ന എന്റെ രാജ്യത്തിനോട്, നമ്മുടെ രാജ്യത്തിനോട്, അങ്ങനെയാണ് ജാതി മതങ്ങൾക്ക് അതീതമായി രാജ്യസ്നേഹമുള്ള ലോകം ഉണ്ടായത്. ഈ രാജ്യസ്നേഹം ഒരു മെച്ചപ്പെട്ട സാധനമാണെന്ന് ഞാൻ വിചാരിച്ചിട്ട് മിണ്ടുവൊന്നുമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ പഴയ കാലത്തെ ഗോത്രത്തിനോട് കൂറുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് രാജാവിനോട് കൂറാക്കി മാറ്റുന്നതാണ് മതത്തിനകത്തോട് ചെയ്തെടുത്തത്. ആ മതപരമായ യുക്തികളിലൂടെ രാജാവിനെ പ്രതിഷ്ഠിച്ച് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രവാചകനായിട്ടോ ദൈവത്തിന്റെ ദാസനായിട്ടോ ദൈവത്തിന്റെ പ്രതിനിധിയായോ ദൈവത്തിന്റെ അവതാരമായോ മനുഷ്യനെ പരിശീലിപ്പിക്കുക എന്ന് പറയുന്ന പ്രവൃത്തിയാണ് മതത്തിനകത്തൂടെ ചെയ്തിരുന്നത്. ആ ജനതയെ
നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയോട് കൂറുള്ളവരാക്കി മാറ്റുക എന്ന് പറയുന്ന പ്രക്രിയയാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം ലോകവ്യാപകമായി ഉണ്ടായത്. അങ്ങനെയാണ് പൗരൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ലോകത്തുണ്ടായത്. പൗരബോധം അവനവന്റെ രാജ്യത്തിനോട് കൂറ്, അല്ല രാജാവിനോടോ ഗോത്രത്തിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവത്തിനോടോ കൂറല്ല. അങ്ങനെയാണ് കൊടി. പണ്ടതൊക്കെ ആണെങ്കിൽ ഗോത്രത്തിനോടുള്ള കൊടിയടയാളമായിരുന്നു ഉണ്ടായിരുന്നത്. ഗോത്രത്തിനോടുള്ള നമ്മളെ ഏത് ഗോത്രക്കാരനാണെന്നുള്ളതിന്റെ കൊടിയടയാളം. അവിടുന്ന് മാറി രാജ്യത്തിനോടുള്ള, രാജ്യത്തിന്റെ പതാക ഉയർത്തുക എന്ന് പറയുന്നത് രാജാവിനോടുള്ള കൂറല്ല. ഇത് മനുഷ്യ ചരിത്രമാണ് ഞാൻ ഈ പറയുന്നത്, ഏതെങ്കിലും ഒരു പ്രദേശത്തെ പ്രശ്നമല്ല. അങ്ങനെ രാജ്യത്തിനോട് കൂറുണ്ടാകുന്നവരായിട്ട് ഇന്നും മാറാത്ത ജനത ലോകത്തുണ്ട്. അങ്ങനെ അല്ലെന്നും വിചാരിക്കരുത്. എല്ലാവരും അങ്ങനെ ആയി എന്നല്ല പറയുന്നത്. ഇപ്പോഴും രാജാവിനോട് കൂറുള്ള പ്രദേശങ്ങളാണ് ഈ സൗദി അറേബ്യ അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ രാജ്യസ്നേഹം എന്ന് പറയുന്ന അതൊരു ഐഡിയോളജിയാണ്. അതുവരെ ഉണ്ടായിരുന്ന ഐഡിയോളജിയിൽ നിന്ന് ഭിന്നമായി നമ്മുടെ രാജ്യം, നമ്മുടെ രാഷ്ട്രം എന്നൊക്കെ പറയുന്ന ഒരാശയം ആണ് വരികയും ആ രാജ്യത്തെ പൗരനാണ് നമ്മൾ എന്ന് പറയും. വ്യക്തികൾക്ക് ഒരു വോട്ട് കൊടുക്കുന്ന ആ സിസ്റ്റം ഒക്കെ ലോകത്ത് അങ്ങോട്ട് രൂപപ്പെടുകയും ആ രാജ്യത്തിനോട് കൂറുള്ളവരായി നമ്മൾ മാറണം. മറ്റേ രാജാക്കന്മാരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരു രാജാവ് വന്ന് മറ്റൊരു രാജാവിനെ തോപ്പിക്കും, അല്ലെങ്കിൽ വേറൊരു രാജവംശം വന്ന് നമ്മളെ തോപ്പിക്കും. ഇതെല്ലാം ചെയ്തു തരുമ്പോൾ രാജാവിനോടായിരുന്നു കൂറുണ്ടായിരുന്നത്. അത് ജനങ്ങൾക്ക് ഭരണത്തിനകത്ത് യാതൊരു പങ്കാളിത്തവും ഇല്ല. ഇതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. ചരിത്രം മാറിപ്പോയി. ലോകവ്യാപകമായിട്ട് പൗരബോധമുള്ള മനുഷ്യർ രൂപപ്പെട്ടു വരികയും അങ്ങനെ അസ്തിത്വം എന്ന് പറയുന്നത് രാജ്യത്തിനോട് കൂറുള്ളവരായി മാറുന്നത് കൊണ്ട് നമുക്ക് സ്വന്തമായ ഉത്തരവ്, അങ്ങനെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. നമ്മളുടെ തന്നെ രാജ്യം ഭരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഭരണമായി മാറുന്നത്. ഭരണമല്ല ഇന്ന് ഞാനൊക്കെ ഇരുന്നിട്ട് ഭരണമല്ല ഇനി വേണ്ടത്, ഇനി സേവനമാണ് വേണ്ടതെന്ന് പറയുന്ന ട്രാൻസ്ലേഷനെ പറ്റിയാണ് ഞാനൊക്കെ സംസാരിക്കുന്നത്. പക്ഷെ ഇത് എത്തിച്ചേരാത്ത സ്ഥലവും ഭൂമിയിലുണ്ട്. ഇപ്പോഴും കാട്ടിനകത്ത് കഴിയുന്നവർ രാജ്യത്തിനകത്ത് തന്നെ വന്നിട്ടില്ലാത്തവരാണ്. അത് നമ്മൾ അറിയണം. അല്ലാതെ മനുഷ്യർ മുഴുവനും കൂടി ഇങ്ങനെ ആയെന്നുള്ളതൊന്നും അല്ല ഈ പറയുന്നത്. പക്ഷെ ഭൂരിപക്ഷം മനുഷ്യർ രാഷ്ട്രത്തിലെ പൗരരായി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. പൗരബോധം എല്ലാവർക്കും ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല, അറിയാത്ത കാര്യമാണ്. മനുഷ്യ ചരിത്രം എന്ന് പറഞ്ഞാൽ എന്തോ തീർന്ന് തുടങ്ങുക എന്ന് പറയുന്ന അർത്ഥത്തിലൊന്നുമല്ല. ഇവിടെ വരെ ആണ്. കാർമാസ് പണ്ട് പറയുമ്പോ ഇങ്ങനെ ഘട്ടം ഘട്ടമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ല, വലിയൊരു ട്രാൻസിഷനാണ് നടന്നിട്ടുള്ളത്. ഒരേ സമയത്ത് തന്നെ ഇപ്പൊ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ നഗരങ്ങളിനകത്തല്ല ഉള്ള ജനങ്ങളുടെ ബോധമല്ല ഗ്രാമങ്ങളിലുള്ളത്. അവിടെ ജാതി സമ്പ്രദായവും മതവിശ്വാസങ്ങളും ശക്തമായിട്ട് നിൽക്കും. അവരിപ്പോഴും പ്രജാബോധത്തോടെ നിൽക്കുന്നവരായിരിക്കും. നഗരങ്ങളിൽ എത്തുമ്പോഴങ്ങനല്ല. നഗരങ്ങളിലെ ജാതിക്കും മതത്തിനും ഞാൻ ഇന്ന ജാതിക്കാരനാണെന്ന് പറഞ്ഞാൽ അപ്പുറത്തിരിക്കുന്നവർക്ക് മനസ്സിലാവുക പോലും ഇല്ല. ഇപ്പൊ കേരളത്തിനകത്തുള്ള ഒരു നായർ എന്ന് പറയുന്ന ഒരാള് ബംഗാളിൽ പോയി ഞാൻ നായരാണെന്ന് പറഞ്ഞാൽ അത് ഏക്കത്തില്ല. അതാണ് മനസ്സിലാക്കുന്നത്. കൽക്കട്ട നഗരത്തിനകത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ ആ ജാതിക്ക് പ്രാധാന്യമില്ലാതായിപ്പോ. ഇതാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നഗരവൽക്കരണവും ഈ നഗരവൽക്കരണത്തിന് കാരണമായി മാറിയിരിക്കുന്ന ആധുനിക രീതിയിലുള്ള പണ്ടത്തെ പട്ടണങ്ങളല്ല. പണ്ട് നഗരങ്ങളിലെ ഈ കച്ചവടം കൊണ്ട് മാത്രം ഉണ്ടായിരുന്ന പട്ടണങ്ങളായിരുന്നു രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്നത്. ഈ ഫാക്ടറി വരുമ്പോഴാണ് എല്ലാ തട്ടിലുമുള്ള ആൾക്കാർ ഒന്നിച്ചു കൂടുന്ന ഇടമായിട്ട് ഈ നഗരങ്ങൾ മാറുന്നതുകൊണ്ട് നമ്മൾ മെട്രോ എന്ന് വിളിക്കപ്പെടുന്ന ആധുനിക നഗരത്തിനകത്തേക്ക് വരുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലുമുള്ള ജനങ്ങൾ പോലും എത്തും. അത് ഈ രാജ്യത്തിനകത്ത് പോലും അല്ലാത്ത, ഇപ്പൊ വലിയ ലണ്ടൻ നഗരമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് പാരീസ് നഗരം എന്ന് പറയുന്നിടത്ത് ലോകവ്യാപകമായ ആളുകൾ ഒന്നിച്ചു കൂടുന്ന സ്ഥലമാണ്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു പുതിയ ഐഡന്റിറ്റി തന്നെ ലോകത്ത് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അതൊരു ഗോത്രബോധത്തിനോടോ അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിനോടോ അല്ലെങ്കിൽ രാജ്യബോധത്തിനകത്ത് പോലും നിൽക്കാത്ത ലോകത്തേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യ ചരിത്രം നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. അതൊരു പ്രോസസ്സാണ്. അപ്പൊ ഇത് ഏറ്റവും പ്രിഡോമിനന്റ് ആയിട്ട് എങ്ങനെ വന്ന് നിൽക്കുന്നു എന്നനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ലോകത്തിനെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അപ്പൊ നമ്മൾ പറയുന്ന ലോകം എന്ന് പറയുന്ന ലോകവ്യാപകമായ ഉള്ള മനുഷ്യർ ഒന്നിച്ചു കൂടുന്ന വലിയ നഗരങ്ങൾ ലോകത്ത് രൂപപ്പെടുമ്പോൾ പഴയ കാലത്തിന് മതത്തിനോ ജാതിക്കോ ബലം കുറയും. അത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിന് ആളുകളെ യോജിപ്പിച്ച് നിർത്താനുള്ള, ഒന്നിച്ചു നിർത്താനുള്ള പ്രത്യയശാസ്ത്രം എന്ന് നമ്മൾ പറയുന്ന ഐഡിയോളജി എന്ന് പറയുന്ന സാധനമാണ് രാജ്യസ്നേഹം എന്ന് പറയുന്നത്. നിങ്ങളൊരു ഭരണ വ്യവസ്ഥക്കകത്തെ പൗരനാണ് എന്ന് പറയുന്ന സാധനമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അതെ അതെ. പക്ഷെ അപ്പോഴും ഈ രാജഭരണം ഇപ്പോഴും നടക്കുന്ന സ്ഥലങ്ങളിൽ ഇത്തരം പൗരബോധം ഇതേ രാജഭരണം മാത്രമല്ല, ഗോത്രഭരണം നടക്കുന്ന സ്ഥലവും ഇന്നുണ്ട്. അതല്ല എന്നല്ല ഈ പറയുന്നത്. പക്ഷെ ഈ ലോകത്ത് ഒരു 184 രാജ്യങ്ങളുണ്ട്. അതിനകത്ത് രാജഭരണം നടക്കുന്ന രാജ്യങ്ങൾ എത്ര ഉണ്ട്? 10-20 അപ്പുറത്തോട്ട് വരത്തില്ല. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ ഇംഗ്ലണ്ടിൽ രാജാവുണ്ട് എന്ന് പറയുന്ന ചുമ്മാ അത് അവിടെ ടൂറിസത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു രാജാവ് എന്നുള്ള നിലവാരത്തിലല്ലാതെ അതിന് വേറെ യാതൊരു പ്രാധാന്യമില്ലെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്താണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ, ചില രാജ്യങ്ങളിൽ എല്ലാം രാജാക്കന്മാരൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ അതൊക്കെ ഫിഗർ ഹെഡ്സ് എന്ന് നമ്മൾ പറയുന്ന നിലവാരത്തിലേ ഉള്ളൂ. അവർക്ക് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ ബലമില്ല. അപ്പം നമ്മൾക്ക് ലോകത്ത് ഒരു 180 ചില്വാനം രാജ്യങ്ങൾ ഉള്ളതിനകത്ത് 10-20 രാജ്യത്ത് മാത്രമേ രാജാക്കന്മാരെന്ന് പറയുന്നവര് യഥാർത്ഥത്തിൽ ഉള്ളു. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെയും പൗരബോധമുള്ള മനുഷ്യരും തെരഞ്ഞെടുപ്പും എല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് പ്രിഡോമിനന്റ് എന്ന് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്. മറ്റു രാജ്യങ്ങളിലേക്ക് നഗരവൽക്കരണങ്ങൾ വരുന്നത് അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. സൗദി അറേബ്യയിലൊക്കെ ഇരിക്കുന്ന രാജാക്കന്മാരൊക്കെ പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്ന യുക്തിക്കകത്താണ് അവർ പോലും നിൽക്കുന്നത്. അല്ലാതെ അവർ പോലും നിലനിന്ന് പോകത്തില്ല എന്നൊക്കെ അവർക്ക് അറിയാം. അവിടെ ആൾക്കാർക്ക് അവകാശങ്ങളൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ടാണ്. തുടരണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവരും അല്ലാതൊക്കെ ചെയ്യുന്നത്. കുറെ എത്രത്തോളം അവരെ നിലനിൽക്കാൻ പറ്റുമെന്ന്. പക്ഷെ ഇത് പറയുമ്പോൾ ഞാനീ പറഞ്ഞില്ല, അതുകൊണ്ട് കാട്ടിനകത്തു നിന്നുള്ള മുഴുവൻ പേരും കൂടെ നഗരത്തിൽ വന്നു കഴിഞ്ഞു എന്നുള്ള തെറ്റിദ്ധാരണ നമുക്ക് പാടില്ല. ഇപ്പോഴും നമ്മുടെ ഇന്ത്യയില് എത്രയോ ആൾക്കാർ കാട്ടി കഴിയുന്നവരാണ്. അവർക്ക് ഇന്ത്യ ഉണ്ടായെന്നറിയാവുന്നവരല്ല. നമ്മൾ ഈ ആദിവാസികൾ എന്ന് പറയുന്നവരിലെ കേരളത്തിനകത്ത് ആദിവാസികൾക്ക് ഇന്ത്യ ഉണ്ടെന്ന് അറിയുന്നവരാണ്. പക്ഷെ അത് അത്രത്തോളം സാക്ഷരതയൊക്കെ വന്നിട്ടുള്ള സ്ഥലങ്ങളായതുകൊണ്ടാണ് അവർ ആദിവാസികൾ എന്നുള്ള, ടെക്നിക്കലി അവർ ആദിവാസികളായി നിൽക്കുന്നെങ്കിലും ഭൂമിയിൽ കൃഷിയൊക്കെ ചെയ്തു തുടങ്ങിയവർ തന്നെയാണ്. മറ്റേ കാട്ടിൽ കഴിയുന്നവരെന്ന് പറയുന്നത്, നമ്മൾ ഹണ്ടർ ഗ്യാദറേഴ്സ് എന്ന് പറയുന്നവരായിരിക്കുന്ന ആൾക്കാർ ഇന്നും ഉണ്ട്. പക്ഷെ ഭൂരിപക്ഷമാര് എന്നുള്ള ചോദ്യം ഇതാണ്. അതിനകത്ത് എടുക്കുമ്പോൾ ഇന്ത്യയിലകത്ത് വോട്ട് ചെയ്യാൻ അറിയാവുന്നവരായ ഒരു 100 പേരുള്ളതിനകത്ത് ഒരു 80 പേർക്കും അറിയുന്നവരാണ്. പക്ഷെ ബോധപൂർവ്വം വോട്ട് ചെയ്യുന്നവരായി അവർ മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്നേ ഇല്ല. ജാതിക്കും മതം അനുസരിച്ചിട്ട് വോട്ട് ചെയ്യുന്നവരാണ് ഇപ്പോഴും ഇന്ത്യയിലുള്ളത്. അല്ലാതെ രാജ്യത്തിനോട് പൗരബോധം ഉണ്ടായി എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും എനിക്കില്ല. പക്ഷെ മനുഷ്യരങ്ങനത്താണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പറയുന്നത്. മനുഷ്യകുലം എന്ന് പറയുന്നവര് നഗരങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. ആ നഗരങ്ങളെന്ന് പറയുന്നത് ലോകവ്യാപകമായി എല്ലാ സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാർ പഴയ കാലത്തിലുള്ള ഐഡന്റിറ്റികളെ അപ്രസക്തമാക്കുന്ന നിലവാരത്തിലുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നറിയാം. നഗരങ്ങളാണ് മനുഷ്യര് ഒന്നിച്ചു കൂടുന്ന ഇടങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം ഫാക്ടറികൾ ഉണ്ടാകുന്നു, എത്രത്തോളം പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകളുടെ കഴിവുള്ള ആളുകൾ ഒന്നിച്ചു കൂടുന്നു അനുസരിച്ചിട്ട് നാടിന്റെ പൊതുബോധം മാറിക്കൊണ്ടേയിരിക്കും. ഇന്ത്യയിൽ ഇപ്പോഴും ജാതിക്കും മതത്തിനും ബലം ഉണ്ടായിരിക്കുന്നത് കാർഷിക സംസ്കാരത്തിൽ തുടരുന്ന ഒരു സമൂഹമായതുകൊണ്ടാണ്. അതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. ട്രാൻസിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് പൗരബോധം ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പൗരബോധം നമ്മളൊരു ആധാർ കാർഡിലുള്ള പൗരബോധമേ ഉള്ളൂ. അല്ലാതെ ഇപ്പോഴും മതത്തിലും ജാതിയിലും കഴിയുന്നവർ തന്നെയാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷവും ആൾക്കാർ. നഗരത്തിനകത്തേക്ക് വരുന്നവർക്ക് പോലും പഴയകാല നഗരങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ പട്ടണങ്ങളിലെ എക്സ്റ്റൻഷൻസ് പോലും ഉള്ള നഗരങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് മെട്രോ നഗരങ്ങളിലേക്ക് മാറുന്ന സമയത്ത് ഈ പറയുന്ന ഐഡന്റിറ്റികളെല്ലാം മാറും. പഴയകാല ഐഡന്റിറ്റിക്ക് മീനിങ് ഇല്ലാതാവും.
ഈ ട്രാൻസിഷൻ ലോകം മുഴുവൻ നടക്കുന്നതാണ്. ഞാനൊരു കാര്യം ചോദിച്ചു, നമുക്ക് ചില ഡൗട്ടുകൾ, എനിക്കും ചില ഡൗട്ടുകളുണ്ട്, അത് ക്ലിയർ ചെയ്ത് പോകാമെന്ന് കരുതിക്കൊണ്ട് ചോദിക്കുകയാണ്. പൊതുവേ ഈ നമ്മൾക്കറിയാം, രാജഭരണ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ജനാധിപത്യ കാലഘട്ടത്തിലേക്ക് വരുന്ന ഒരു സമയത്ത് നമ്മൾ പൊതുവെ വിചാരിക്കും, നമ്മൾ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ജനാധിപത്യം ബെറ്ററാണ് എന്നുള്ളൊരു കൺസെപ്റ്റ്. പക്ഷേ ജനാധിപത്യവും മാനവികതയും ചില ആധുനിക രാജ്യങ്ങളെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ വികസിത രാജ്യങ്ങളെന്ന് വിചാരിക്കുന്ന, കൂടുതൽ ജനാധിപത്യ പ്രക്രിയ നല്ല രീതിയിൽ നടപ്പിലാവുന്നു എന്ന് സ്വയം അവകാശപ്പെടുന്ന ഈ കോട്ടിട്ട ഭീകരത സെല്ല് ചെയ്യുന്ന ചില രാജ്യങ്ങൾ, അല്ലെങ്കിൽ കോട്ടിട്ട ഭീകരത മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ചില രാജ്യങ്ങൾ, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ, ഇവരെല്ലാം ഈ ജനാധിപത്യത്തെയും അതുപോലെ മാനവികതയെയും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് യുദ്ധം ചെയ്യാനും അവരെ ഭീകരത നടപ്പിലാക്കാനും ഉള്ള ഒരു ടൂളായി ഉപയോഗിക്കുന്നില്ലേ? അതൊക്കെ ഉണ്ട്. അങ്ങനെയല്ലെന്നുള്ള ആരാൾക്ക് നിലപാടല്ല. അപ്പൊ അതിന് അങ്ങനെ വശം കൂടി ഇല്ലേ? ഇത് ഈ രാജഭരണത്തിന് അങ്ങനെ വശം കൂടിയുള്ളതല്ല. അവിടെ ഒന്നും ജനാധിപത്യം ഉണ്ടായിട്ടില്ലെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എന്താണ് നമുക്ക് എന്ത് തെറ്റിദ്ധാരണ എന്തിനാ വേണ്ടത്? ഇപ്പൊ അമേരിക്കയിൽ ജനാധിപത്യമാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുന്ന ആളൊന്നും. അവിടെ രാജാവിന് പകരം പ്രസിഡന്റ് രാജാവിനെ പോലെ ഭരിക്കുന്ന രാജ്യം മാത്രം അത്. അവിടെ നമുക്ക് ഒരു കൂട്ടം, 1% ആൾക്കാരുടെ കയ്യിൽ മുഴുവൻ സ്വത്തുണ്ടാകുകയും ബാക്കിയുള്ളവരെ മുഴുവൻ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം മാത്രമാണ്. അവിടെ എന്താണ് ദൈവത്തിന്റെ പേരിലുണ്ടായിരിക്കുന്ന ഭരണഘടനയാണുള്ളത്. അല്ലാതെ എന്താണ് വി ദ പീപ്പിൾ എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ഭരണഘടനയുടെ നിലവാരം പോലും ഇല്ലാത്തതാണ് അമേരിക്ക. അപ്പൊ അത് ട്രാൻസിഷന്റെ പുറകെ കിടക്കുന്ന രാജ്യമാണ്. ബാക്കിയുള്ള രാജ്യങ്ങളെ കൊള്ളയടിച്ചു കണ്ടുവരുന്ന ഒരു സ്ഥലം മാത്രമാണ്. അതൊന്നും കണ്ടിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അതേസമയത്ത് മനുഷ്യ ചരിത്രം ആകെ എടുത്തിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് എടുത്തുകൊണ്ട് അതാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണ നമുക്ക് വേണ്ട. ജനാധിപത്യത്തിനേക്കാൾ മെച്ചപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങൾ എടുത്താലും, ഇപ്പോൾ ബ്രിട്ടന്റെ അല്ലെങ്കിൽ ഫ്രാൻസിന്റെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവർ ഇപ്പൊ ആഫ്രിക്കയിലൊക്കെ കയറി ഇടപെടുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതാ പറഞ്ഞാൽ ആഫ്രിക്കയിൽ ഇടപെടുന്ന സമയത്ത് തന്നെ സ്വന്തം രാജ്യത്തിനകത്തുണ്ടാകുന്ന മാറ്റത്തിനെ പറ്റി നമ്മൾ കാണേണ്ടതുണ്ട്. അല്ല, അവര് എല്ലാവരും ഈ സ്വന്തം രാജ്യത്തിനകത്തും അങ്ങനെ തന്നെ പെരുമാറുന്നവരും അന്യരാജ്യത്തിനോട് പെരുമാറുന്നവരും ആയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലേ നമ്മൾ എത്തിയിട്ടുള്ളൂ. അല്ലെങ്കിൽ ജനാധിപത്യ ലോകത്തുണ്ടായെന്ന് തെറ്റിദ്ധരിക്കണ്ട. അതങ്ങനെയല്ലേ പറയുന്നേ. രാജാവ് അങ്ങ് പോയെന്നും അല്ല പറയുന്നത്. ജാതി മതങ്ങൾ അങ്ങ് പോയി, ഇതൊന്നും അല്ല ഈ പറയുന്നേ. നമ്മള് മനുഷ്യ ചരിത്രത്തിനകത്ത് പ്രഡോമിനന്റ് ആയിട്ട് ഇപ്പൊ എന്താണ് നിൽക്കുന്നത് എന്നുള്ളത് മാത്രമായി പറഞ്ഞിരിക്കുന്നത്. അത് ചില സ്ഥലങ്ങളിലെ ഇപ്പൊ രാജാവിന്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവനുമാണ് ലോകത്ത് ഇന്നും ഉള്ളത്. ഹൈറാർക്കിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഉള്ളത്. അത് ജനാധിപത്യത്തിന്റെ പേരിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അമേരിക്കയിലെ ഏറ്റവും ശക്തമായ ഭരണമാണുള്ള സ്ഥലമാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് ആൾക്കാർക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നത് കടലിൽ കായം കലക്കിയതുപോലുള്ള തരത്തിലേ ഉള്ളു. ഇപ്പം അവരുടെ രാജ്യരഹസ്യം എന്നൊക്കെയാണ്. രാജാവിന് ഈ ജനാധിപത്യത്തിനകത്ത് എന്ത് രഹസ്യമാണ് ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ? രഹസ്യം എന്താണ്? അങ്ങനെ സാധനം ലോകത്തില്ല, ജനാധിപത്യത്തിലില്ല. ഭരണപരമായ രഹസ്യങ്ങളില്ല. സീക്രട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ, സീക്രസി ആക്ട്, ഇതെല്ലാം രാജാവിനോട് ബന്ധപ്പെട്ട് നിന്നിരുന്ന സാധനങ്ങളാണ്. കണക്ക് കാണിക്കേണ്ടാത്തവരുടേതായ യുക്തികളാണ്. അല്ലാതെ ഒരു രാജ്യത്തിന്റെ രഹസ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അത് ചോർത്തിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സകല സാധനവും ഈ പഴയകാല ബോധത്തിനകത്ത് പറയുന്ന കാര്യങ്ങളേ ഉള്ളൂ. ജനാധിപത്യത്തിനകത്ത് രഹസ്യങ്ങളൊന്നുമില്ല, പരസ്യമേ ഉള്ളൂ. ട്രാൻസ്പെറന്റ് ആയിരിക്കുക എന്ന് പറയുന്നതാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ വേണ്ട സ്ഥലങ്ങളാണ്. ഇത് മുഴുവനും മറച്ചു വെച്ചിട്ട് ഇപ്പം ഡീക്ലാസിഫൈഡ് എന്നാണ് പറയുന്നത്. അമേരിക്കയിലെ CIA-യുടെ സാധനങ്ങൾ അതൊക്കെ എടുത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് മറ്റു രാജ്യങ്ങളെ മുഴുവൻ അട്ടിമറിക്കുന്ന ഒരു സാമ്രാജ്യ രാജ്യമാണ് അതെന്ന് നമുക്ക് കാണരുതോ? അല്ല ജനാധിപത്യ രാജ്യമായിട്ട് തെറ്റിദ്ധരിക്കണം. നമുക്ക് തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. ജൂലിയൻ അസാഞ്ച് അങ്ങനെയാണ്. ഇക്വഡോറൻ ഇതിനകത്ത് എംബസിയിൽ എത്ര വർഷമാണ് ഇരുന്നത്? അമേരിക്കയിൽ ജനാധിപത്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ എങ്ങനെയാണ് മേടിച്ച് അതിനകത്തിരിക്കേണ്ടി വന്നത്? സ്നോഡൻ എന്ന് പറയുന്ന ആള് എന്താണ് ചെയ്തത്? രഹസ്യം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുന്നതിനെ പറ്റിയുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ പുറത്താക്കിയ ഒരാൾ മാത്രമാണ് അയാൾ. അയാൾ എങ്ങനെയാണ് ജയിലിൽ പോകാനായിട്ട് മുഴുവൻ സമയം പാടുപെട്ടിരിക്കേണ്ടി വന്നില്ലേ? അപ്പൊ അത് നമുക്ക് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അങ്ങനെ
രാജ്യത്തിന്റെ രഹസ്യം എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലായിക്കണം അവിടെ ജനാധിപത്യം ആരംഭിച്ചിട്ടില്ല. അതേസമയം ജനാധിപത്യത്തിനകത്തേക്ക് ട്രാൻസിഷന്റെ സ്ഥലങ്ങളിലാണ് ഇതെല്ലാം നിൽക്കുന്നത്, ഈ രാജ്യങ്ങളെല്ലാം നിൽക്കുന്നത്. അപ്പം രാജാക്കന്മാരുടെ ഡയറക്റ്റായ ഭരണങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളാണ് കൂടുതലെന്നറിയണം. എങ്കിലും രാജഭരണം എന്ന് പറയുന്ന ഭരണ വ്യവസ്ഥയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസേ ഇന്നും അവിടെ എല്ലാം ഉള്ളൂ. അതുകൊണ്ടാണ് വലിയ ശക്തിയുള്ള പട്ടാളമൊക്കെ ഉണ്ടാകുകയും മറ്റുള്ള ലോകത്ത് 750 സൈനിക താവളം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ജനാധിപത്യ രാജ്യമാണെന്ന് തിരിച്ചിരിക്കണം. ജനാധിപത്യ രാജ്യത്തിന് എങ്ങനെയാണ് 750 സൈനിക താവളം ലോകവ്യാപകമായി ഉണ്ടാകുന്നത്? അമേരിക്ക ഒരു സാമ്രാജ്യത്വ രാജ്യമാണെന്ന് എല്ലാവർക്കും കാണാം. ഇലക്ഷൻ നടക്കുന്ന കാരണം കൊണ്ട് തെറ്റായിട്ട് ധരിക്കൊന്നും വേണ്ട. ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുന്നത് ഭരണാധികാരിയെ തന്നെയാണ് തെരഞ്ഞെടുക്കുന്നത്, സേവന നേതാവിനെ ഒന്നുമല്ല തെരഞ്ഞെടുക്കുന്നത്. അവിടുത്തെ ഭരണകൂടം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമാണ്. ജനാധിപത്യത്തിന്റെ മണമടിച്ചിട്ടുണ്ടാകും, അത്രേ ഉള്ളൂ. എലക്ഷൻ നടക്കുന്നു എന്നുള്ളതൊന്നും തെളിവൊന്നുമല്ല. ഇത് എലക്ഷന് ഒരുങ്ങിയിട്ടുള്ള ജനങ്ങളുടെ ബോധത്തിനെ പറ്റിയും ചർച്ച ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെമോക്രസി രാജ്യമാണെന്ന് പറയുന്നത് ആദ്യം മതം അനുസരിച്ച് വോട്ട് ചെയ്യുന്ന ജനങ്ങളിനകത്ത് എന്ത് ജനാധിപത്യ ബോധമാണുള്ളത്? തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി രാമായണം മഹാഭാരതം കാണിക്കുന്നത് പോലെയാണ് അത് കാണിച്ച ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്നിടത്ത് എത്തിച്ചിട്ടില്ലേ? അതെങ്ങനെയാണ് ജനാധിപത്യ രാജ്യമാകുന്നത്? ലോകവ്യാപകമായി നടന്ന് ആക്രമിക്കുന്ന രാജ്യങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ജനത അമേരിക്കയിൽ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതിന് തെളിവ് മാത്രമേ ഉള്ളൂ, അല്ല ജനാധിപത്യം ഉണ്ടെന്നുള്ള തിരിച്ചറിയൊന്നും വേണ്ട. താരതമ്യേന ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അവിടെ എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ ഭരണാധികാരിയെ കാണാനായിട്ട് ക്യൂ നിൽക്കണ്ട, നേരെ പോയി കാണാൻ പറ്റും. അവരെല്ലാവരും മുൻവശത്തും പുറവശത്തും പോലീസുകാരുമായിട്ട് നടക്കുന്ന രാജ്യമല്ല. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് വന്നിരിക്കുന്ന സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്ന താരതമ്യേന മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ജനങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ട് ഈ പറയുന്ന ഭരണസഭയാണ് ഞാനൊക്കെ നിൽക്കുന്നത്. സേവന വ്യവസ്ഥകൾ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് സംവിധാനങ്ങൾ നിലനിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഭരണ സംവിധാനമാണോ വേണ്ടത് എന്നുള്ള ചോദ്യത്തിനകത്ത് അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് മനുഷ്യ ചരിത്രം എന്ന് പറയുന്ന വലിയ നീണ്ട ഒരു ക്യാൻവാസാണ്. അതിനകത്ത് ചെറിയ പോക്കറ്റുകൾ പോലാണ് ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ പോക്കറ്റിന് ഒരു സ്ഥലത്ത് ഒരു മഷ്റൂം പോലെ വളർന്നു വന്ന് അത് മറ്റൊരു മഷ്റൂമുമായി ചേർന്ന് ഇത് വ്യാപകമായി മാറുന്ന പ്രോസസ്സിലാണ്. അതുകൊണ്ട് അത് പല ഘട്ടത്തിലും പലതരത്തിലുമാണ് ആ രാജ്യങ്ങളെല്ലാം നിൽക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു രാജ്യം ജനാധിപത്യമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. എലക്ഷൻ തുടങ്ങി അത്ര അർത്ഥമേ ഉള്ളൂ. എലക്ഷൻ തുടങ്ങി, പക്ഷെ എലക്ഷൻ തുടങ്ങാനായിട്ട് അത് എലക്ട് ചെയ്യാനായിട്ട് ഉള്ള അവബോധമുള്ള ജനതയായി അവരെ മാറ്റിയിട്ടില്ല എന്നുള്ള കാര്യം കാണാം. അമേരിക്ക നിറച്ച് വീടുകളുടെ മുന്നിലെ ഫ്ലാഗ് കുത്തിയിരിക്കുന്ന കാണാൻ പറ്റും. ശരിക്കും നമുക്ക് പ്രാകൃത രാജ്യമാണെന്ന് ഒരൊറ്റ ഓട്ടത്തിൽ കാണാൻ പറ്റും. ഈ പണ്ട് കാലത്ത് ഇവിടുത്തെ വടക്കേ ഇന്ത്യയിലെ ജയ് ശ്രീറാം വിളിച്ച് അവിടെ അതിന്റെ മുന്നിലെ അവന്മാരെല്ലാം കാവിക്കൊടി കുത്തുന്നത് പോലെ അമേരിക്കൻ ഫ്ലാഗ് അവിടുത്തെ പെരയുടെ വീടുകളുടെ മുന്നിലൊക്കെ കുത്തിയിരിക്കും നമുക്ക് കാണാൻ പറ്റും. രാജ്യസ്നേഹം വിളിച്ചോതാൻ വേണ്ടി വിളിച്ചോത് ഞാൻ ശരിക്കും പറഞ്ഞ ജയ് ശ്രീറാം വിളിക്കുന്നതിന് പകരം അമേരിക്കക്കാരനാണെന്ന് വിളിച്ചോതുന്ന നിലവാരത്തിലുള്ള പ്രാകൃത വികാരമായി നിൽക്കുന്നതാണ് നമ്മള്. അതുകൊണ്ടാണ് ഈ ദേശീയത എന്ന് പറയുന്നതിനെ നമ്മള് ട്രാൻസിഷന് ആവശ്യമാണെന്നും അത് രാജ്യസ്നേഹമാണ് നിങ്ങൾ പറയുന്നതെന്നുണ്ടെങ്കിൽ അന്യരെ കടന്നു വരാൻ അനുവദിക്കേണ്ടത്, വരൂ എന്റെ വീട്ടിലേക്ക് വരൂ, നിങ്ങൾ എന്റെ വീട് നോക്കൂ എന്ന് പറയുന്നതിന് വേണ്ടിയുള്ള ഒരു സാധനമായിട്ട് നമ്മളിപ്പോ സംസാരിക്കാം. അവിടെ വരെ ഉള്ളു, അല്ലാതെ നീ അന്യനല്ല, കടന്നു വരാം, കാരണം നീയും ഞാനും ഒരുപോലെ ഈ ലോകത്ത് ആവശ്യമാണ് എന്നുള്ള ബോധത്തിലേക്ക് മനുഷ്യർ മാറണം എന്ന് നമ്മൾ പറയുന്ന സ്ഥലത്താണ് നമ്മളെല്ലാം നിൽക്കുന്നത്. അപ്പൊ ഈ ദേശീയതയെക്കാളും മെച്ചമാണ് രാജ്യസ്നേഹമാണെന്ന് പറയുമ്പോൾ രാജ്യസ്നേഹവും അതിൽ കൽപ്പിക്കുന്നതാണെങ്കിൽ നമുക്കത് ആവശ്യമില്ല എന്ന് പറയുന്നിടത്തേക്ക് പോകാനൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ജനാധിപത്യത്തിന്റെ എന്തോ അപ്പോസ്തലന്മാരാണ് അമേരിക്ക എന്ന് പറഞ്ഞാൽ 750 സൈനിക താവളം ഉണ്ടാകത്തില്ല അവർക്ക്. അത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ രാജ്യത്തിനെയും
അതാത് രാജ്യത്ത് അവിടെ ഒരു പട്ടാളം ഉണ്ടാക്കി, അവിടെ ഒരു സൈത്താളം ഉണ്ടാക്കി, നിങ്ങളെ രക്ഷിക്കാനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവരുടെ ആർട്ടിസ്റ്റ് ചെയ്ത് അവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം മാത്രമാണ് ലോകത്ത്. ബ്രിട്ടന് പകരം സാമ്രാജ്യത്വമായിട്ട് മാറിയ ഒരു രാജ്യമാണ് അമേരിക്ക. അത് ജനാധിപത്യ രാജ്യമായിട്ട് തിരിച്ചറിയുക. അവിടെ പോയി ഇരുന്ന് എന്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, അവിടെ പോയി അമേരിക്കയിൽ പോയിരുന്ന് സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുമ്പോൾ അമേരിക്കയ്ക്ക് എതിരെ ഉണ്ടാൻ കഴിയുന്ന സ്വാതന്ത്ര്യത്തിനെ പറ്റി അയാൾ ആലോചിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞു. എനിക്ക് തന്നെ നാണം തോന്നി. ഇവിടെ നമ്മുടെ എല്ലാം വീട്ടിനകത്തിരുന്ന് ഞാൻ മലയാളത്തിൽ ഇരുന്ന് സംസാരിക്കുന്ന കാരണം കൊണ്ട് ജീവനോടെ തിരിച്ചു വന്നത്, അത്രയുള്ള അർത്ഥം, അല്ലാതെ വേറെ അർത്ഥമൊന്നുമില്ല. ഒരു ജനാധിപത്യമുള്ള രാജ്യമൊന്നുമല്ല തോന്നുന്നു. അതെ, ഈ പൊതുവേ ഈ ജനാധിപത്യവും അതേപോലെ തന്നെ അവകാശ സംരക്ഷണത്തെ കുറിച്ച് സംസാരിക്കുന്ന ബ്രിട്ടനിലും അമേരിക്കയിലും ഓൺലൈനിൽ ഇടപെട്ടവരുടെ അറസ്റ്റ് ചെയ്തപ്പെട്ടവരുടെ എണ്ണം 10,000-കണക്കിനാണ്. അതവിടെ ജയിലിൽ അവർ ചൈനയെ കുറിച്ച് പറയുകയും ചെയ്യും. അല്ല, 25 ലക്ഷം മനുഷ്യരെങ്ങാണ്ടാണ് അമേരിക്കയിലെ ജയിലിൽ കിടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സാധാരണ ഒരു രാജ്യത്തെ ജനസംഖ്യയാണത്. അത്രയും ഞാൻ അവിടെ കിടക്കുമ്പോഴും ജനാധിപത്യം കൊല്ലുന്ന രാജ്യമായിട്ടാണല്ലോ സങ്കല്പം. ഇത്രയും പേരെങ്ങനെ ജയിലിൽ കിടക്കുന്നതാണ്. ജയിലില്ലാതിരിക്കണം ജനാധിപത്യമാണെങ്കിൽ. ജയിലുകൾ വേണ്ട എന്ന് തീരുമാനം സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ സംഭവിക്കുന്നുണ്ട്. ജയിലുകളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിനൊന്നും ഒരു സംശയം വേണ്ട. മാനസികാരോഗ്യ കേന്ദ്രം വേറൊരു ജയിലാണ്. മാനസികാരോഗ്യ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് ഈ മെന്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്തും ഈ പബ്ലിക് ആയിട്ടുള്ള ജയിലിലും കിടക്കുന്ന ജനസംഖ്യ എടുക്കുകയാണെങ്കിൽ മിക്കവാറും കേരളത്തിലെ പോപ്പുലേഷൻ പോലും അമേരിക്കയിൽ ജയിലിലായിരിക്കും ഈ മെന്റൽ ഹെൽത്തിന്റെ സാധനം കൂടെ എടുത്താൽ. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ നിലവാരത്തിലുള്ള സാധനങ്ങൾ മാറി വരുന്നതിന്റെ കാലത്താണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. അപ്പം ആ പറയുന്ന സാധനത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് വേണം ഇതൊക്കെ കാണാൻ. അപ്പൊ ഈ അപ്പോഴും ഇപ്പൊ അമേരിക്കയിലെ ഇപ്പൊ 60% ജനത ഇതിനെ യുദ്ധത്തെ എതിർക്കുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടല്ലേ, അതും കൂടി കാണാതെ പോകരുത്. അല്ല, ജനങ്ങൾ എതിർക്കുന്നു എന്നൊക്കെ പറയുന്നത് വളരെ ചെറുതാണ്. അമേരിക്കയില് ജനാധിപത്യത്തിനോടെ കണ്ടുകൊണ്ടിരിക്കാൻ, കാരണം അവിടുത്തെ ഭരണകൂടത്തിന് അട്ടിമറിക്കത്തക്കവണ്ണം അവര് റെസിസ്റ്റൻസ് അവിടെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും നോക്കിയിരിക്കത്തൊന്നുമില്ല. ഞങ്ങളുടെ ഇവിടെ ജനാധിപത്യം ഉണ്ടെന്ന് കാണിക്കാനായിട്ട് അനുവദിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുടെ ബഹളങ്ങളുണ്ട്. അത് ഇപ്പൊ നമ്മുടെ നാട്ടിലും ആളുകളെ അനുവദിക്കും. കർഷക സമരം വരുമ്പോൾ മാത്രമാണ് റോഡില് കണ്ട് അപകടകരമായ ജനസംഖ്യയാണെന്ന് അറിയാം. അപ്പൊ അവര് റോഡിൽ അള്ളു വെക്കാനും ട്രാക്ടർ കൊണ്ടുവരാതിരിക്കാനും ഡൽഹിയില് കടന്നു വരാതിരിക്കാനൊക്കെ അവര് ചെയ്യുമല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ജനാധിപത്യപരമായി സമരം ചെയ്യാൻ എല്ലാവരും അനുവദിക്കും. കാരണം നമ്മളൊന്നും ചെയ്യത്തില്ലെന്ന് അവർക്കറിയാം. റോഡിൽ കൂടെ ജാഥ വിളിക്കുന്നതാണ് നമ്മുടെ ജനാധിപത്യ സ്വാതന്ത്ര്യമായിട്ട് വെച്ചിട്ടുള്ളത്. ഒറ്റക്കൊറ്റയ്ക്ക് കൊല്ലപ്പെട്ടു പോകാൻ പറ്റുന്നവര് തന്നെയാണ് നമ്മുടെ നാട്ടിനകത്തെ ജനാധിപത്യം. അങ്ങനെയല്ലേ? അതൊരു വിപ്ലവമായി മാറുകയോ ജനങ്ങളെ സംഘടിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് നമ്പര്. ഇപ്പൊ ഞാനും താനും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഈ വേദി ഇതിനകത്ത് ഭയങ്കര ജനാധിപത്യമായിട്ടാണല്ലോ വെപ്പ്. ഇത് ഒരു ഇഞ്ചും കൂടെ എനിക്കറിയാം. ഞാൻ പറയുന്ന വരികളിനകത്ത് എത്ര വരെ പറയാം എന്നുള്ള എന്റെ അറിവ് കൊണ്ടാണ് നമ്മൾ രണ്ടുപേരോട് വേണ്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ താനിത് നടത്തത്തുമില്ല, ഞാനൊട്ടും ഉണ്ടത്തുമില്ല എന്ന് എനിക്കറിയാം. ഇപ്പം അമേരിക്കയിൽ നിന്ന് പ്ലെയിൻ കയറി വരാൻ നോക്കുമ്പോ അവര് ആദ്യമായിട്ട് കിട്ടുന്ന ടിക്കറ്റ് ഡൽഹിക്കാ. ഞാൻ പറഞ്ഞ ഡൽഹിക്ക് എന്തായാലും ഞാനില്ല എന്ന്. എനിക്കറിയാം അവിടെ ഇറങ്ങിയാൽ ചിലപ്പോൾ ഞാൻ ഇങ്ങ് വരത്തില്ലെന്നറിയാം. ഇന്ത്യയിൽ ജനാധിപത്യമുള്ള രാജ്യമാണല്ലോ. പക്ഷെ ഡൽഹിയിൽ ഇറങ്ങണ്ട, ബോംബെയിൽ വരെ ഇറങ്ങണ്ട, ബാംഗ്ലൂർ കിട്ടുകയാണെങ്കിൽ ഇറങ്ങാം എന്ന് ഞാൻ കണ്ടുപിടിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം അതൊക്കെ. സ്റ്റാൻ സ്വാമി ചത്തുപോയതൊക്കെ ഞാൻ മറന്നു പോകേണ്ട കാര്യമുണ്ടോ എനിക്ക്? അവിടെ ആ ഡൽഹിയിലെ ജെഎൻയുവിൽ കിടന്നിരുന്ന ഉമർ ഖാലിദ് അവിടെ കിടപ്പില്ലേ കഴിഞ്ഞ 5 കൊല്ലമായിട്ട്? അവിടെ കിടക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഇവിടുന്ന് ഒരുത്തനെ ജേർണലിസ്റ്റ് പോയിട്ട് അവിടെ കിടന്നു പോയില്ലേ? ഇതെല്ലാം നമുക്ക് അറിഞ്ഞോണ്ടല്ലേ. അപ്പൊ ഞാൻ UP പോയിട്ട് അവിടുത്തെ യോഗി ആദിത്യനാഥിന്റെ ഭരണം ശരിയല്ലെന്ന് പറയാനായിട്ട് അവിടെ പോകാവോ? അതുകൊണ്ട് അങ്ങനെ ജനാധിപത്യമുള്ള രാജ്യങ്ങളാണ് ഇതെന്നുള്ള തെറ്റിദ്ധാരണ എനിക്കില്ല. അത് ഇന്ത്യയില്ല, അമേരിക്കയില്ല, ഈ രാജ്യങ്ങളിലൊന്നും ഇല്ലെന്ന് എനിക്കറിയുന്നതാണ്. അതവിടെ ഇരിക്കുമ്പോ തന്നെ എത്രത്തോളമാണ് നമുക്ക് ഇതൊക്കെ പറയുകയും സംസാരിക്കുകയും ചെയ്യാൻ പറ്റുന്നതിനകത്ത് നിന്ന് നമ്മൾ ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ലാതെ ഇതൊക്കെ ഇവിടെ ഗിവണാണെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും ഇല്ല. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ അൽഗോരിതം ഉപയോഗിച്ചിട്ട്
നമ്മൾ ഈ സംസാരിക്കുന്നതിനകത്ത് നമ്മൾ എത്ര തവണ ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചു എന്ന് കണ്ടെത്തിയിട്ട് അത് അവിടെ പ്രസിദ്ധീകരിക്കേണ്ട കാര്യമില്ല എന്ന് സെൻസർ ചെയ്യാൻ പറ്റുന്നിടത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് ഈ ഇപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ സംസാരിക്കുന്ന ഈ സ്ഥാപനം ഒരു 5 വർഷം കഴിഞ്ഞ് നടത്താൻ വെക്കുന്നുണ്ടെങ്കിൽ അത്ഭുതം. അത് അത്ഭുതത്തിന്റെ വക്കിലായിരിക്കും ഞാൻ നിൽക്കുന്നത്. കാരണം അതും കൂടെ ഇല്ലാതായി പോകുന്ന സ്ഥലങ്ങളിലാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഒരു സമയത്ത് ജനാധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കും. ലോകം ജനാധിപത്യത്തിലേക്ക് ട്രാൻസിഷനിലാണ് ഇരിക്കുന്നതെന്ന് ഞാൻ പറയുമ്പോഴും അതിനെതിരായിട്ട് അതിനെ ഉപയോഗിച്ച് നിൽക്കുന്ന ജനങ്ങളും അതിനെ ഉപയോഗിച്ച് നിൽക്കുന്ന പ്രസ്ഥാനങ്ങളും നമ്മളെ തകർത്ത് കളയും എന്നുള്ള കാര്യവും ഞാൻ മറന്നുപോയിട്ടൊന്നും അല്ല ഉണ്ടെന്ന്. യുദ്ധം കുറയുന്ന ലോകത്താണ് നമ്മൾ ഇരിക്കുന്നതെന്ന് അറിയുമ്പോഴും യുദ്ധം ഉണ്ടാകത്തില്ലെന്നുള്ള തെറ്റിദ്ധാരണയിലൊന്നും അല്ല ഞാൻ ഇരിക്കുന്നത്. ഏത് യുദ്ധവും ഇപ്പൊ ഞാനിത് ആൾക്കാർക്ക് ഇങ്ങനെ എന്താണ് 3-ാം ലോക മഹായുദ്ധം ഭയങ്കര കൊതിയാണ് ആൾക്കാർക്ക് 3-ാം ലോക മഹായുദ്ധം കാണാൻ. പ്രത്യേകിച്ച് മലയാളികളായിരിക്കുന്നവരോ അല്ലെന്നുണ്ടെങ്കിൽ തെക്കേന്ത്യയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ തലയിലെ ബോംബ് വീഴത്തില്ലെന്നറിയാം. അപ്പൊ പിന്നെ നമുക്ക് ടെലിവിഷനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമായിട്ട് കാണുന്നതുകൊണ്ടാണ് ആൾക്കാർ അതങ്ങനെ പറയുന്നത്. എല്ലാവരും എടുത്ത് ലോൺ എടുത്തും EMI അടച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഈ ഇറാനിലായാലും ശരി, ഗാസയിലായാലും ശരി, ഉക്രൈനിലായാലും തകർക്കുന്നത് ഈ ലോൺ എടുത്ത വീടുകൾ തന്നെയാണെന്ന് അറിയേണ്ടതുണ്ട്. പാടുപെട്ട് ഇവിടെ ഗൾഫിൽ പോയി ചോര നെയ്രാക്കി ഞങ്ങളിവിടെ വീട് വെച്ചുകൊണ്ടിരിക്കുന്നതിന് മണ്ടേ ബോംബിടാനായിട്ട് പറ്റാതിരിക്കുന്നതുകൊണ്ട് മാത്രം ഭയങ്കര സ്വാതന്ത്ര്യമുള്ളവരായിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ഒരു അതിർത്തി രാജ്യം അല്ലാതിരിക്കുന്ന കാരണം കൊണ്ടുള്ള ചില ഭാഗ്യങ്ങളുണ്ട്. അത് മാത്രമേ ഈ 3-ാം ലോക മഹായുദ്ധത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഈ 2-ാം ലോക മഹായുദ്ധവും 1-ാം ലോക മഹായുദ്ധവും ജനാധിപത്യ പ്രക്രിയ വികസിക്കുന്നതിലും അതേപോലെ മാനവികത വികസിക്കുന്നതിലും ഒക്കെ ഒരു പങ്ക് വഹിച്ചിട്ടില്ലേ? ഇതുപോലെയുള്ള മനുഷ്യ ചരിത്രത്തിനെ പറ്റി പഠിക്കുന്നവര് പലതും കണ്ടെത്തി പറയുന്ന വരികളാണ്. ഒരു യുദ്ധവും മനുഷ്യർക്ക് ഗുണമൊന്നുമല്ല. എന്താണ് ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഭരണ സംവിധാനമായിരിക്കുന്നവരുടെ ബലങ്ങൾ പോകാൻ അത് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്നത്. അതൊക്കെ നമ്മൾ ഒരുപാടും നമ്മള് പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ യുദ്ധം ഉണ്ടാകത്തില്ലല്ലോ. അങ്ങനെ അങ്ങ് പാഠമൊന്നും പഠിക്കാനായിട്ട് അവിടെ ആൾക്കാർ ഇരുന്നൊന്നും തരുന്നില്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമുക്ക് യുദ്ധം ചെയ്യാൻ കഴിയാത്തത്ര ഇന്റഗ്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ എന്തുകൊണ്ടാണ് യുദ്ധം എനിക്ക് 3-ാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കാത്ത കാരണം അതുകൊണ്ടാണ്. അതുകൊണ്ട് മനുഷ്യര് അത്രത്തോളം പരസ്പരം കലർന്ന് നിൽക്കുന്ന എല്ലാ രാജ്യത്തുമുള്ളവരും മറ്റുള്ള രാജ്യത്തുകാർക്ക് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നതും അവരുണ്ടാക്കുന്ന സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും നടക്കുന്ന വ്യാപാരം വളരെ വിപുലമായി ശൃംഖലപരമായി മാറിപ്പോയിരിക്കുന്നതുകൊണ്ടാണ് യുദ്ധം വികസിക്കാത്തതെന്ന് അറിയുന്ന ആളാണ് ഞാൻ. പക്ഷെ അതേ സമയത്ത് തന്നെ വളരെ വ്യാപകമായി നടക്കുന്ന ഒരു വ്യവസായവും വ്യാപാരവുമാണ് ആയുധ നിർമ്മാണമെന്ന് അറിയുന്ന ആളുമാണ്. അത് കാരണം കൊണ്ട് ഒരു വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യാപാരവും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായവുമാണ് ആയുധ നിർമ്മാണവും. അതുകൊണ്ടാണ് അതിന്റെ ഫലമായി നമ്മൾ ഈ അവിടെ ഇവിടെയൊക്കെ ഈ യുദ്ധം ചെയ്യാൻ ബാധ്യത വരുന്നത്. യുദ്ധങ്ങൾ വളരെ കുറവാണ്. നമ്മൾ വലിയ യുദ്ധമാണെന്ന് പറയുമ്പോൾ എല്ലാ കൊച്ചു ഗോത്രങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരുന്ന ഒരു ലോകമാണ് മനുഷ്യരുടേത്. രാജ്യങ്ങൾ തമ്മിൽ എവിടെങ്കിലും ഒരു രാജ്യം വികസിച്ചാൽ മറ്റു രാജ്യങ്ങൾ മുഴുവൻ കീഴടക്കുക എന്ന് പറയുന്ന പ്രക്രിയയിൽ നടന്നുകൊണ്ടിരുന്നതായിരുന്നു മനുഷ്യ ചരിത്രത്തിൽ കഴിഞ്ഞ ഒരു 10,000 വർഷമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. അതിന്റെയൊക്കെ അറ്റത്തെത്തി ഇപ്പൊ നമ്മൾ അത്രത്തോളം ഇന്റഗ്രേറ്റഡ് ആണ്. ഒരു രാജ്യത്തിനകത്ത് ഇപ്പം ഇറാനിലെ ഗ്യാസ് ഇൻഫ്രാസ്ട്രക്ചർ തകർക്കാതെ അവരുടെ ഭരണകൂടത്തിനെ തകർക്കുക എന്ന് പറയുന്ന യുക്തിയൊക്കെയാണ് ഉള്ളത്. പക്ഷെ ബോംബ് ചെയ്യുന്ന സമയത്ത് അവരെ അതൊന്ന് തകർത്താൽ എന്താ ഇപ്പൊ പറ്റും എന്ന് തോന്നിപ്പോകുന്ന കൈധരിക്കുന്ന സ്ഥലങ്ങളിൽ ചെയ്തെടുക്കുമ്പോൾ തിരിച്ചും ചെയ്യുമ്പം എത്രയോ മനുഷ്യരുടെ ജീവിതം ഒന്നിച്ചതാണ് പാടുപെട്ട് നരകതുല്യമായി മാറ്റിയതെന്നുള്ളത് ഇപ്പൊ യൂറോപ്പിലുള്ള മുഴുവൻ ആൾക്കാർക്കും അടുത്ത വിന്ററിൽ എങ്ങനെ ജീവിക്കണമെന്ന് അറിഞ്ഞുകൊണ്ടാത്തടത്തേക്ക് കാര്യങ്ങൾ നീങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഈ LNG എന്ന് പറയുന്ന നാച്ചുറൽ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് അവിടെ അവര് ഈ തണുപ്പത്ത് മുഴുവൻ ജീവിക്കുന്നത്. മുഴുവൻ സമയവും ചൂടാക്കിക്കൊണ്ടിരിക്കണം ഈ തണുപ്പുള്ള രാജ്യങ്ങളിൽ മുഴുവനും. അവരുടെ ജീവിതമൊക്കെ ഭയങ്കര ദുരിതമായി മാറിപ്പോവും.
അപ്പൊ അത് നമ്മൾ പെട്രോളിന്റെ ഇതുപോലെ വില കാണേണ്ടതാണ്. $2 നിന്ന് $4 വരെ എത്തി എന്നുള്ളതാണ് കേട്ട കണക്ക്. അതാണ് ഈ ആളുകൾ മുഴുവനും ദുരിതപ്പെടുമ്പം ഒരു സ്ഥലത്ത് ആയുധ കച്ചവടം കൊണ്ടുണ്ടാകുന്ന ലാഭം നിലനിൽക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള എല്ലാ വ്യവസായത്തിനും വ്യാപാരത്തിനും തടസ്സമാണ് യുദ്ധം. അപ്പം എല്ലാ വ്യാപാരികളും വ്യവസായികളും ഈ ആയുധ നിർമ്മാണ കച്ചവടം ചെയ്യുന്ന ഫാക്ടറികൾ വാങ്ങി പൂട്ടിക്കുക എന്ന് പറയുന്നതാണ് ഞാൻ ഇതുവരെ കണ്ടതിനകത്ത് ഒരു സജഷൻ എനിക്ക് പറയാനുള്ളതാണ്. ബാക്കിയുള്ള വ്യാപാരം എന്ന് പറഞ്ഞാൽ കാറ് കമ്പനിക്കാരന് മറ്റുള്ളവരെല്ലാം കാറ് മേടിക്കണമെന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ കാർ ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിനകത്ത് കുരുമുളക് ഉണ്ടാക്കുന്നത് യൂറോപ്പിലുള്ളവർ മേടിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വ്യാപകമായി കൃഷി ചെയ്യുന്നത്. മലേഷ്യക്കാരൻ പാം ഓയിൽ ഉണ്ടാക്കുന്നത് ചൈനക്കാരനും ഇന്ത്യക്കാരനും തിന്നുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെ ലോകവ്യാപകമായ ആൾക്കാർ ഓരോ നാട്ടിലും വ്യാപാരമായാലും വ്യവസായമായാലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്യരാജ്യങ്ങളിലേക്കുള്ള കമ്പോളങ്ങളിലേക്ക് ഈ സാധനങ്ങൾ അയക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അത്രത്തോളം ഇന്റഗ്രേറ്റഡ് ആയിരിക്കുന്നത് കൊണ്ടാണ് യുദ്ധം വ്യാപകമാകാത്തത്. ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ പറയും ഇറാനിലെ യുദ്ധം ആരംഭിച്ചോടെ രണ്ടാം ലോകം, അപ്പം എന്താണ് ഉക്രൈനിൽ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് മൂന്നാം ലോകമഹായുദ്ധം എന്താ ഉണ്ടാകാത്ത? അപ്പൊ ചർച്ചയില്ലേ? ഇറാഖിലെ യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് മൂന്നാം ലോകമഹായുദ്ധത്തിനെ പറ്റി സംസാരിക്കുന്നില്ലല്ലോ. ഇതൊരു ഒരു പറച്ചിൽ മാത്രമാണെന്ന് ഞാൻ പറയുന്നത്. ഇത് കൂടാതെ പൊതുജനങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. പൊതുവെ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ പോലെ എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് ചൈന ഇടപെടും, റഷ്യ ഇടപെടും ഇറാൻ്റെ പിറകിൽ നിന്ന്. ജനങ്ങളുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ആക്രമിക്കപ്പെടുന്ന ഒരു ചെറിയ രാജ്യത്തിൻ്റെ മേൽ അവരാഗ്രഹിക്കുന്നതാണ് മറിച്ച് തിരിച്ച് അതേ ശക്തിയോടുകൂടി ഏറ്റുമുട്ടാനുള്ളതെന്ന് നമുക്ക് മനസ്സിലാകുമ്പോഴും ഇതിനൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനൊരു കടന്നുവരവ് ഇറാനിന് ബാക്കപ്പ് കിട്ടാനുള്ള ഒരു സാധ്യത മൈത്രേയൻ കാണുന്നുണ്ടോ? അവരൊരിക്കലും ഇതുവരെ കടന്നു വരികയോ ആ രീതിയിലുള്ളൊരു മുന്നേറ്റം നടത്തുകയോ ചെയ്തിട്ടില്ല. ചെയ്യില്ല, അവര് അങ്ങനെ ഇടപെടത്തില്ല. കാരണം അവരെ സംബന്ധിച്ചോളം അവരുടെ രാജ്യത്ത് അവര് ഇതുപോലെ പെരയൊക്കെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ മണ്ടയിൽ ഒരു ബോംബ് വീണ് തുടങ്ങേണ്ട ആവശ്യം അവർക്കില്ലെന്ന് അവർക്കറിയാം. കഴിയുന്നത് ഉണ്ടാകുന്ന രാജ്യത്ത് കണ്ടെയ്ൻ ചെയ്യാനായിട്ടേ നോക്കുള്ളൂ. അവിടെ വെച്ച് അത് തീർക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നു. ഇതുകൊണ്ടാണ് ഇറാഖിൽ നടന്നത്, അഫ്ഗാനിസ്ഥാനിൽ നടന്നപ്പോഴും, വിയറ്റ്നാമിൽ ഉണ്ടായിരുന്ന സമയത്തും, ലിബിയയിൽ ഉണ്ടായിരുന്ന സമയത്തും, സിറിയയിൽ ഉണ്ടാകുമ്പോഴും, ലെബനിൽ ഉണ്ടാകുമ്പോഴും, എത്യോപ്യയിൽ ഉണ്ടാകുമ്പോഴൊക്കെ അതാത് രാജ്യത്ത് കിടന്ന് അത് തീരുക എന്നുള്ളത് മാത്രമാണ്. ഈ സൈഡിലെല്ലാം ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം അവിടെ എല്ലാം ഇടപെട്ടിട്ടുള്ളതാണ്. അങ്ങനെ അല്ലെന്ന് വിചാരിക്കരുത്. മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിപ്പെടാതിരിക്കാനായിട്ട് എല്ലാവരും നോക്കും, അത് പരമാവധി ശ്രമിക്കും. അതുകൊണ്ട് അതങ്ങനല്ലെന്ന് വിചാരിക്കണ്ട. അതുകൊണ്ട് അവര് ആയുധങ്ങൾ കൊടുക്കും. ഇപ്പൊ സാറ്റലൈറ്റ് ഇൻഫർമേഷൻസ് റഷ്യക്കാരും ചൈനക്കാരും കൊടുക്കുന്നുണ്ട് അമേരിക്ക. അതുകൊണ്ടാണ് അമേരിക്കക്ക് ശരിക്കും പറഞ്ഞാൽ ഇറാനെ തോപ്പിച്ചങ്ങ് നിർത്താൻ പറ്റാതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇൻഫർമേഷൻസ് കൊടുക്കുകയും അതുപോലെ തന്നെ ഈ ആദ്യകാലത്തെ ഈ ചെറുത്ത് നിർത്താനുള്ള റെസിസ്റ്റന്റിന് ആവശ്യമായിട്ടുള്ള മിസൈൽസ്, ആന്റി ബാലിസ്റ്റിക് മിസൈൽസ് എല്ലാം ഉപയോഗിച്ചിട്ട് അയൺ ഡോമും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തീർന്നു പോകത്തില്ല. ഈ സാധനം തീർന്നു പോവുക എന്ന് പറയുന്ന സംഭവമുണ്ട്. തീർന്നു പോകുന്നത് വഴിയാണ് അപ്പുറത്തോട്ട് പിന്നെ വരുന്നത്. ഇത് ഈ ചെറുക്കാൻ ഉണ്ടാക്കുന്ന സാധനത്തിന് വില കൂടുതലാണ്. ഡ്രോണൊക്കെ കണ്ടുപിടിച്ച് ഇറാൻ തന്നെ അതിനകത്ത് വളരെ മിടുക്കുള്ള ഒരു രാജ്യമായി മാറിയിട്ടുണ്ട് ഡ്രോണിനകത്ത്. അപ്പം വളരെ ചെലവ് കുറവാണ്. താരതമ്യേന എന്നുള്ള പറയണ്ടേ, ഒന്നിന് 100 കോടി വിലയുള്ള ഒരു ICBM എന്ന് പറഞ്ഞാൽ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈല്, അത് എന്നൊക്കെ ഉണ്ടാക്കുന്ന കാശും ആന്റി ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കുമ്പോൾ ഈ വിടുന്നതിനേക്കാളും പാടാണ് അതിനെ തടയുക എന്ന് പറയുന്നത്. ചെലവ് വളരെ കൂടുതലാണ്. അപ്പൊ അത് കാരണം കൊണ്ട് ഒന്നിന് 100 കോടിയാണെങ്കിൽ അതിനെ എതിർക്കാനായിട്ട് ഉണ്ടാക്കുന്നതിന് 150 കോടി, അത് 50 കോടിയുടെ വ്യത്യാസം അപ്പൊ തന്നെ ഉണ്ടാകും. പിന്നെ ഇത് ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന ഫാക്ടറിയും കാര്യങ്ങളും എല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ ഇപ്പൊ നമുക്ക് അമേരിക്കയുടെ ടോമഹോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിസൈലുണ്ട്. ആ മിസൈലില് ഒരു വർഷം അവർ 80 എണ്ണമാണ് ഉണ്ടാക്കുന്നത്. അപ്പം അത് തീർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് അങ്ങ് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിനൊരു ഒരിടത്ത് വലയിടത്ത് ഇരിക്കുന്ന വേറെടുത്ത് വല്ല ഡിഫൻസിന് വേണ്ടി വെച്ചിരുന്നതും കൂടെ പെറുക്കിക്കൊണ്ട് വരാനുള്ള കാലതാമസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണെന്നൊക്കെ പറയുന്നതൊക്കെ. ഇത് അല്ലാതെ യുദ്ധം തീർക്കാനൊന്നുമല്ല. അതൊക്കെ നമ്മള് ടാക്ടിക്കലായിട്ട് ആൾക്കാർ ചെയ്യുന്ന ടെക്നിക്കുകളാണ് ഇതൊക്കെ.
അത് അപ്പൊ ഇതൊക്കെ തിരിച്ചറിയുന്ന പൊതുവെ ആളുകൾ വിചാരിക്കുന്നുണ്ട് ഇയാളൊരു മണ്ടത്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്ന്. അയാൾ അതിലൂടെ തന്ത്രങ്ങൾ മെനയാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം കിടക്കുന്നു. എല്ലാവരും അങ്ങനെയാണ്, തന്ത്രങ്ങൾ മെനയാൻ മണ്ടനായിട്ട് അഭിനയിച്ചിട്ട് വേണം നമ്മൾ തന്ത്രങ്ങൾ ഉണ്ടാക്കാൻ. സ്ട്രാറ്റജി എന്ന് പറയുന്നത് അങ്ങനെയാണ്, തോറ്റെന്ന് തോന്നിപ്പിക്കുന്ന പോലെ നിൽക്കുകയും അപ്പൊ ശത്രു വിജയിച്ച് നിൽക്കുമ്പോ ശ്രദ്ധ മാറുമെന്ന്, ആ ശ്രദ്ധ മാറുമ്പോൾ ഉപദ്രവിക്കാൻ പറ്റുമെന്നൊക്കെ അറിയുന്ന എല്ലാ തരത്തിലും ഇതെല്ലാവർക്കും എല്ലാം അറിയുന്ന സ്ഥലങ്ങള്, അത് ആണോ അല്ലയോ എന്നുള്ളത് തീർച്ചപ്പെടുത്താൻ കഴിയാതെ പോകുന്ന സ്ഥലങ്ങളിലെത്തും. പൊതുവെ വാർത്താ ചാനലുകളിലൊക്കെ നമുക്ക് കാണാം, ഇപ്പോൾ ഈ ട്രംപ് പറയുന്ന 10 ദിവസം 5 ദിവസം നീട്ടി എന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ചിട്ട് ആ 5 ദിവസം നീട്ടി, അത് കഴിഞ്ഞ് ചർച്ച തുടങ്ങി എന്ന് പറയുമ്പോൾ ചർച്ച തുടങ്ങി, ഇവരിതെല്ലാം ഏറ്റുപിടിക്കുന്നത്. പക്ഷെ അയാൾ വളരെ പ്ലാൻഡായിട്ട് എനിക്ക് തോന്നിയത് മണ്ടത്തരം കളിച്ചുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ യുദ്ധം കണ്ടിന്യൂ ചെയ്യും, ഇറാനെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇപ്പൊ ഒരു കപ്പലോ അന്തർവാഹിനിയോ കടലിൽ കൂടെ അങ്ങ് എത്തിച്ചേരാനായിട്ട് 2 ദിവസം 3 ദിവസം എടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അത്രത്തോളം സമയം എടുക്കാനായിട്ട് വേണ്ടി തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയും. അതൊക്കെ യുദ്ധതന്ത്രങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മതി, അല്ലാതെ തെറ്റിദ്ധാരണയൊന്നും വേണ്ട. പക്ഷെ ഇന്നിപ്പം അങ്ങനത്തെ ഒരു കള്ളത്തരം പറഞ്ഞാലും ഈ സ്പേസിൽ നിന്നുള്ള കണ്ണുണ്ട്, അതിന് കാണാം ഈ കപ്പൽ വന്നുകൊണ്ടിരിക്കുകയാണെന്ന്, അതുകൊണ്ടാണ് ഇയാളത് പറഞ്ഞതെന്നൊക്കെ തിരിച്ചറിയുന്ന സാധനമുണ്ട്. അതുകൊണ്ടാണ് അതൊക്കെ നമ്മള് യുദ്ധതന്ത്രങ്ങളായിട്ട് മാത്രം കണ്ടാൽ മതി. പക്ഷെ വ്യാപകമായി യുദ്ധം ഉണ്ടായി എല്ലാവരും എല്ലാ യുദ്ധത്തിനകത്ത് പോകും എന്ന് തെറ്റിദ്ധാരണയൊന്നും എനിക്കില്ല. അതേസമയം ഇത് നമ്മൾ പറയുമ്പം ഈ ഗൾഫിലുള്ള രാജ്യങ്ങളെ തമ്മിലടിപ്പിക്കാനായിട്ട് വേണ്ടി ആ ഇസ്രയേലുകാർ തന്നെ ഈ ഇറാന്റെ ഡ്രോൺ ഉപയോഗിച്ചിട്ട് സൗദി അറേബ്യയിലൊക്കെ ബോംബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അവര് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പം ഒരു പരിധിവരെ അവർ ആഗ്രഹിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഇപ്പോൾ ഗ്രേറ്റർ ഇസ്രായേൽ എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ യുദ്ധം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഗ്രേറ്റർ ഇസ്രായേൽ ഈ പറയുന്ന സൗദി അറേബ്യയും അതിലില്ലാത്ത അല്ല, ലോകത്ത് ഇതുവരെയും അതിൽ ഡിമാർക്കേറ്റ് ചെയ്യാത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് ഈ ഗ്രേറ്റർ ഇസ്രായേൽ ഇല്ല അവർക്ക്. അത് തനിക്കാണ്, തന്റെ തലയിലാണ് ഗ്രേറ്റർ ഇസ്രായേൽ. അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കോൺസെപ്റ്റ് മുന്നോട്ടൊന്നും വെച്ചിട്ടില്ല, പറയത്തുമില്ല. അവർക്ക് അതിരില്ല, അവര് അതിര് ഇതുവരെ ഡിമാർക്കേറ്റ് ചെയ്തിട്ടില്ല. അവർ അതിരുണ്ടാക്കി അതിര് വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കത്തേ ഉള്ളു. അല്ല ഗ്രേറ്റർ ഇസ്രായേൽ ലോകം മൊത്തം കീഴടക്കാൻ പറ്റുമെങ്കിൽ അതും ഓക്കെയാണ്. അത് അങ്ങനെയേ ഉള്ളു, അല്ലാതെ അവർക്ക് വേറെ ഒരു തെറ്റിദ്ധാരണയൊന്നും ഇല്ല. അതുകൊണ്ട് അങ്ങനൊന്നും തെറ്റിദ്ധരിക്കണ്ട നമ്മള്. അവര് ഇതുവരെയും ഇതാണ് ഞങ്ങൾ അതിരെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ടാണ് 2 രാജ്യം ഉണ്ടാക്കുക. പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യവും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും നിലനിർത്താനായിട്ട് ഉണ്ടെന്ന് സമ്മതിക്കാത്തത് അതുകൊണ്ടാണ്. അവർക്കൊരു രാജ്യത്തിനെ പറ്റി അവർ സങ്കല്പിച്ചിട്ടുള്ളത് ആ ഒരു രാജ്യം തൊട്ടടുത്ത എല്ലാ രാജ്യങ്ങളിലും കടന്നു നിൽക്കുന്ന രാജ്യത്തായിട്ട് തന്നെയാണ് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പെരുമാറുന്ന ഒരു ഇടം ഉണ്ടാകുക എന്ന് പറയുന്നതാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാ സ്ഥലത്തും അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അടുത്ത തമാശ എന്ന് പറയുന്നത്. ഇപ്പൊ അവിടെ തന്നെ ഉണ്ടായിരുന്ന പണമുള്ള ജൂതന്മാരും ആരും സത്യത്തിൽ ഇസ്രയേലിലില്ല. അവര് എല്ലാ സ്ഥലത്തും പോയിട്ട് ഇപ്പൊ ഗ്രീസിലുള്ള ഒരു പ്രദേശം മുഴുവൻ അവർ വാങ്ങിയിട്ടുണ്ട്. അർജന്റീന അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. തന്നെ ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെ ഒരു പ്രദേശം മുഴുവൻ അവരുടെ കയ്യില. അതുപോലെ ശ്രീലങ്കയിലെ ഒരു പ്രദേശം മുഴുവൻ അവരുടെ കയ്യില. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ സംഭവിക്കുന്നതാണെന്ന് അറിയണം. അല്ലെ അവിടെ ഇസ്രയേലിൽ മാത്രമേ ഇരിക്കുമല്ല ഇസ്രയേലുകാരിൽ പണമുള്ളവരാരും അവിടെ ഇസ്രയേലിലില്ല. അവിടുത്തെ ദരിദ്രവാസികളാണ് അവിടെ കിടന്ന് വെടിയുണ്ട ഈ ചത്തോണ്ടിരിക്കുന്ന സമയത്ത്. ഗ്രീക്കിലേക്ക് സ്ഥലം വാങ്ങുന്ന കാര്യത്തിൽ ഗ്രീക്കിലെ ഒരു ദ്വീപ് തന്നെ ഇസ്രായേൽ വാങ്ങാൻ ഇടപെട്ടു. അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത്, അതെനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാനീ പറഞ്ഞത്. അത് ഈ ഗ്രീസിൽ മാത്രം നടക്കുന്ന ഈ പറയുന്ന ഇസ്രായേൽ ഡയറക്റ്റ് തന്നെ ആ സ്റ്റേറ്റ് തന്നെ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ന്യൂസ് കേൾക്കാം. അതാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ പ്രകടമായി അറിയുന്ന സ്ഥലമാണ്. ഞാൻ ഈ പ്രകടമാകാത്ത സ്ഥലത്തിനെ പറ്റിയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രീലങ്കയിൽ പോയി നോക്കിയാൽ മതി, അവിടുത്തെ ഒരു പ്രദേശം മുഴുവനും ഇവരുടെ കയ്യിലാണ്. അവിടെ വേറെ ഒരാൾ പോലും ഇപ്പൊ ചെല്ലാൻ പറ്റാത്ത തരത്തിലായിട്ടുണ്ട്. ഇത് ഇന്ത്യയിലുണ്ട്. അത് ഇവിടുത്തെ മോദിയുടെ ആൾക്കാരായിട്ടാണ്, മോദിയുടെ സപ്പോർട്ടോട് കൂടിയാണ് ഹിമാചലിൽ തന്നെ നടക്കുന്നുണ്ട്. നിങ്ങളവിടുത്തെ ഹിമാലയത്തിനകത്ത് ഇന്ത്യക്കാർക്ക് പ്രവേശനം ഇല്ലാന്നുള്ള ബോർഡ് ഉണ്ടെന്നോ അങ്ങനെ എന്തോ കേട്ടിട്ടുണ്ട്. ഇന്ത്യക്കാർക്ക് പ്രവേശനം ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ ഇങ്ങനെ ഈ ധനമുള്ളവര് ബലമുള്ളവര് ലോകവ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത് ഏറ്റവും വലിയ മിടുക്കരാണ് ഈ ഇസ്രയേലുകാർ. അവരത് ചെയ്ത് അതിന് ഇസ്രയേലി മാത്രമായിട്ട് നിൽക്കുന്ന ഒരു സംഭവം ഒന്നും അല്ലത്.
അവർക്ക് സാങ്കേതിക വിദ്യയിലുള്ള വികാസം സകല പണക്കാരെയും സഹായിക്കുന്നുണ്ട്. ഏറ്റവും വലിയ പണക്കാരായിട്ടുണ്ടായിരുന്ന ആദ്യം തൊട്ടേ വർഷങ്ങളായിട്ട് ഞാൻ ലോകവ്യാപകമായിട്ട് പണം കടം കൊടുത്തുണ്ടാക്കിയ ആ ബലത്തിനകത്താണ് ഇസ്രയേലുകാർ ലോകം ഉണ്ടാക്കിയിട്ടുള്ളത്. അവരുടെ ആയുധ നിർമ്മാണം എന്ന് പറയുന്നതും അവരുടെ ബാങ്കുകൾ എന്ന് പറയുന്നതും ലോക ബാങ്കിന് തന്നെ ഏറ്റവും കൂടുതൽ കാശ് കൊടുത്തിട്ടുള്ളത് ഈ ജൂതന്മാരാണ്. അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ അറിയണം. ഇതിനകത്തെ തീവ്രവാദപരമായി നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഇസ്രയേലിലുള്ളത്. അവരെയാണ് സയോണിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ നമ്മൾ വ്യത്യാസപ്പെട്ടെന്ന് അറിയണം. എല്ലാ ജൂതന്മാരും ഇങ്ങനെയാണെന്നുള്ളതൊന്നും അല്ല ഞാനീ പറയുന്നത്. പക്ഷെ അതിനകത്ത് ധനമുള്ള വലിയൊരു വിഭാഗമുണ്ട്. അവർക്ക് ലോകത്ത് മറ്റുള്ള ഒരു നിയമങ്ങളും ബാധകമാകാതെ എല്ലാവരുടെ മേളിൽ ആധിപത്യത്തോടെ പെരുമാറാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവർ. ഇത് ഈ ഇസ്രയേലുകാരിലുള്ളത് പോലെ തന്നെ അമേരിക്കയിലും ഉണ്ട്. അമേരിക്കയിലുള്ള ധനമുള്ളവരുണ്ട്. ഇതേപോലെ തന്നെ ഫ്രാൻസിലും ഉണ്ട്. ഇതേപോലെ തന്നെ ഇംഗ്ലണ്ടിലുണ്ട്, ഇന്ത്യയിലുണ്ട് ധനമുള്ള ഒരു വിഭാഗമുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ലോകവ്യാപകമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അത് ഇതിനകത്ത് കൂട്ടിക്കൊഴിച്ച് നമ്മൾ മനസ്സിലാക്കാതിരുന്നാൽ മതി. പക്ഷെ അവരാണ് യഥാർത്ഥ ത്രെറ്റ്. ഈ പറയുന്ന ഇസ്രയേലുകാരുടെ കാര്യം നമ്മൾ പറയുമ്പോഴും, ഇംഗ്ലീഷുകാരുടെ കാര്യം പറയുമ്പോഴും, അമേരിക്കക്കാരുടെ കാര്യം പറയും, ഇന്ത്യക്കാരുടെ കാര്യം പറയുമ്പോഴും ധനമുള്ള 1% ആൾക്കാർ ലോകവ്യാപകമായി എല്ലാവരുടെയും മുകളിൽ ആധിപത്യത്തോടെ പെരുമാറുന്നിടത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. എല്ലാ നിയമങ്ങളും തെറ്റിച്ച് ലോകവ്യാപകമായി നിയമമില്ലാത്ത പണ്ട് കാലത്ത് നമ്മൾ UN കൊണ്ടുണ്ടാക്കിയെടുത്ത ഒരു നിയമ വ്യവസ്ഥയുണ്ട്. അത് തകർത്ത് കളയുന്നിടത്തേക്കാണ് ഇന്ന് കാര്യങ്ങൾ നിൽക്കുന്നത്. അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യപരമായിട്ടുള്ള ഇതിനെ ഇല്ലാതാക്കുന്ന, അത് രാജ്യങ്ങളുടെ അതിർത്തികൾ ഭേദിച്ച് നിൽക്കുന്ന തരത്തിൽ തന്നെയാണ് പണക്കാരുടെ കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ അറിയണം. അതിന്റെ നേതൃത്വത്തിന് ഇസ്രായേലുകാരാണുള്ളത്. അതിന് സംശയമൊന്നും വേണ്ട. കാരണം അവരുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ധനം ഉണ്ടായിട്ടുള്ളത്. അതിപ്പോ തുടങ്ങിയതല്ല, അത് നേരെ പണ്ടേ തൊട്ട് തുടങ്ങിയ ഒരു സംഭവമാണ്. അപ്പം അങ്ങനത്തെ ഒരു സാധനവും ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇപ്പം ട്രംപിന്റെ സ്ഥാനാരോഹണം, കിരീട വയ്ക്കാനായിട്ട് പോകുന്ന സമയത്ത് അയാൾ ലോകത്തുള്ള സകല പണക്കാരെയാണ് അവിടെ വിളിച്ചു കൂട്ടിയത്. പണ്ടങ്ങനല്ല, ഒരു ഭരണാധികാരികളെ വിളിച്ചു കൂട്ടുന്ന ഭരണാധികാരികളെയാണ് വിളിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ സകല പണക്കാരും അവിടെ എത്തിയതെന്ന് അത് നമ്മൾ വളരെ ക്ലിയർ സൈനാണ് അതിനകത്തൊക്കെ. ആ വിഭാഗമാണ് ഈ സകല സാധനവും നിർണയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഒരു ജനാധിപത്യപരമായ ഒന്നും തന്നെയും വെറുതെ അതിന്റെ പേരും പറഞ്ഞ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അതൊന്നും തന്നെ നടത്തിക്കൊണ്ടിരിക്കാതിരിക്കുന്നത്. UN തകർത്തുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ അറിയേണ്ടത്. UN തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മളുണ്ടായിരുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആയാലും യൂണിസെഫ് ആയാലും UNDP എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കൊച്ചു സാധനങ്ങൾ കൊണ്ട് നമുക്ക് ആകെ മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ലോകവ്യാപകമായി മനുഷ്യരൊരു കൂട്ടായ്മയായിട്ട് പ്രവർത്തിക്കണമെന്ന് കാണുന്ന ആ ഏരിയയാണ് അവർ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ UN കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ UN ശരിക്ക് നമ്മൾ ഇപ്പോൾ ചരിത്രം സ്റ്റഡി ചെയ്യുമ്പോൾ, UN ചരിത്രം സ്റ്റഡി ചെയ്യുമ്പോൾ ശരിക്ക് UN സാമ്രാജ്യത്വം വികസിപ്പിക്കുന്നതിൽ വളരെ കാലങ്ങളായിട്ട് ഒരു ലോങ് ടൈം പ്ലാൻ പോലെ ഈ സാമ്രാജ്യത്വം വികസിപ്പിക്കുന്നതിനെ ഒരു ഉപകരണമായിട്ട് UN ഉപയോഗിക്കുന്ന പലയിടത്തും നമുക്ക് കാണാൻ പറ്റില്ല. അത് തന്നെ UN നമ്മൾ മനസ്സിലാക്കാനുള്ള രാജ്യഭരണങ്ങളായിട്ട് രാജാവ് ഭരിച്ചുകൊണ്ടിരുന്ന സംവിധാനങ്ങളിനകത്ത് ആധിപത്യം ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെയായിരുന്നു ആ കാലഘട്ടത്തിനകത്ത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ബലമുള്ള ഭരണകൂടങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് UN സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറഞ്ഞ ഒരു സാധനവും വീറ്റോയും ഒക്കെ ഉണ്ടായത്. വീറ്റോ ഉണ്ടായി കഴിയുമ്പോൾ തന്നെ ജനാധിപത്യമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് നമുക്ക് കാണരുതോ? അതുകൊണ്ട് UN ഒരു ജനാധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ പോയ മുൻകൈ എടുത്ത ഒരു ഒരു ഓർഗനൈസേഷൻ ആണെന്ന് മാത്രം മനസ്സിലായ, ഒരു പ്രസ്ഥാനം ആണെന്ന് മനസ്സിലായാൽ മതി. അതിന്റെ കേന്ദ്രത്തിനകത്ത് ജനാധിപത്യ വിരുദ്ധതയാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? അതിനേക്കാളും മെച്ചപ്പെട്ട യഥാർത്ഥത്തിൽ കളക്റ്റീവായി തീരുമാനമെടുത്ത് അത് എല്ലാവർക്കും ബൈൻഡിങ് ആയി മാറ്റുന്ന ഒരു UN പകരം ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യം നമുക്കിന്നുണ്ട്. ഇന്ന് അമേരിക്ക അതിന് ഒരു പണവും കൊടുക്കത്തില്ല. അതിനകത്ത് അതിന്റെ പുറത്താണ് അവർക്ക്. അതുകൊണ്ടാണ് അവരും ഇസ്രയേലും കൂടി ഇഷ്ടമുള്ളതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അത് UN ഉപയോഗിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ UN മുൻനിർത്തി അവർ മുന്നോട്ട് നയിച്ചിരുന്ന ഈ സാമ്രാജ്യത്വത്തിനേക്കാളിലും കൂടുതലുള്ള
ആവശ്യങ്ങൾ അവർക്ക് വന്നു എന്നുള്ള ഒരു 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 കാരണം അല്ല, അത് അവർക്ക് ഈ ബൈൻഡിങ് ആയിട്ട് ഒരു രാജ്യത്തിനകത്ത് ഭരണാധികാരികളായി മാറുന്ന ആൾക്കാർക്ക് മറ്റുള്ളവരുടെ ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാതെ ഇഷ്ടമുള്ളതുപോലെ പെരുമാറാനായിട്ട് അത് സഹായിക്കും എന്ന് കാണുന്നതുകൊണ്ടാണ്. അത് കാണുന്നതാണ് ആൾക്കാർക്ക് ഇത് നഷ്ടമാണ്, ജനാധിപത്യം നഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞവർ തന്നെയാണ് ഈ പണക്കാർക്ക്. അവർക്ക് അന്ന് അതിന് വേറൊരു ബലം അവർക്കില്ല. അതുകൊണ്ട് കീഴടങ്ങി നിന്നതാണ്. ഇന്ന് സാങ്കേതിക വിദ്യയുടെ മികവ് കൊണ്ട് ഈ ജനാധിപത്യപരമായിട്ടുള്ള ആൾക്കാരുടെ മനസ്സിനെ മാറ്റാൻ സിനിമയ്ക്കും ഡോക്യുമെന്ററിക്കും ടെലിവിഷനും ഇന്റർനെറ്റിനും ഉപയോഗിച്ച് പഴയ മതങ്ങൾക്ക് പകരം മനുഷ്യരുടെ മനസ്സിനെ മാറ്റിയെടുത്ത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചിന്തിപ്പിക്കാൻ കഴിയുമെന്ന് അവർ കണ്ടെത്തി കഴിഞ്ഞിട്ടുള്ളവരാണ്. ഇതാണ് വ്യത്യാസം. ഇതിനെ തിരിച്ചറിഞ്ഞ് നമ്മൾ ചെറുക്കാൻ നമുക്ക് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ജനാധിപത്യപരമായിട്ട് നമ്മൾ പരാജയപ്പെടും. അതൊരു ആർക്കെങ്കിലും എന്തെങ്കിലും വേറൊരു സൊല്യൂഷൻ ഉണ്ടായിട്ടൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. മനുഷ്യ ചരിത്രത്തിനകത്ത് നമ്മൾ പരാജയപ്പെട്ടാൽ അടുത്ത ജനാധിപത്യപരമായ ഒരു വികാസത്തിന് വേണ്ടി നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ കൊല്ലപ്പെട്ടു പോകാവുന്ന കാലങ്ങളാണ് ഇപ്പൊ ഈ വരുന്ന കാലം മുഴുവൻ. അത് ഇതുപോലെ അറിയേണ്ടതാണ്. ചെറിയ തരത്തിലുള്ള പറഞ്ഞാൽ എല്ലാ ആളുകളെയും ഒരു വ്യക്തിയെ പോലും മോണിറ്റർ ചെയ്യാതെ ജീവിക്കാൻ പറ്റുന്ന ഇടമില്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടാണെന്നുണ്ടെങ്കിൽ എളുപ്പമല്ല ആളുകളെ മുഴുവൻ പരിശോധിക്കാൻ. ഇന്നങ്ങനെ അല്ല. നിങ്ങളുടെ കയ്യിൽ ഒരു ടെലിഫോൺ തരും, അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതുവാ. നമ്മൾ സെൽഫോൺ കൈ പിടിച്ചിരുന്ന നമ്മൾ എവിടെയാണെന്ന്, നമ്മൾ ആരാണെന്ന്, നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് അവർക്ക് ഒരു പാടുമില്ലാതെ ഇന്ന് കണ്ടെത്താൻ പറ്റുന്ന സ്ഥലത്തേക്ക് നമ്മളെ അങ്ങനെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ലോകം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് മെഷീനും കൂടെ ഉപയോഗിച്ച് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റുന്നിടത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമല്ല. ഇത് മനസ്സിലാക്കി അതിനെ ചെറുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് കഴിയുള്ളൂ. ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ അവസ്ഥ മോശമാണ്. അങ്ങനെ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നമ്മൾ രണ്ടുപേരും കൂടെ ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മലയാളികളുടെ മുന്നേ മിണ്ടിക്കൊണ്ടിരിക്കുന്ന ഈ വരിയൊക്കെ എല്ലാ ഭാഷയും ഏത് ഭാഷയിലിരുന്ന് നിങ്ങൾ മിണ്ടിയാലും അവരുടെ ഭാഷയിൽ അറിയാൻ പറ്റുന്ന നിലവാരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നിടത്താണ് എന്നുള്ളത്. ഈ ഇന്റർനെറ്റിനകത്ത് മിണ്ടണ്ടേ ഞാൻ? നമ്മൾ രണ്ടുപേരുടെ സംസാരിക്കണം. നമ്മളിത് സംസാരിച്ചാൽ ഞാൻ ഏത് ഭാഷയിലിരുന്ന് സംസാരിച്ചാലും മറ്റു ഭാഷയിൽ അറിയാൻ പറ്റുന്ന നിലവാരത്തിൽ അതിനെ ചെക്ക് ചെയ്യാനും പരിശോധിക്കാനും തല നുള്ളാൻ പറ്റും. അധികം ചലിക്കുന്ന തലകൾ നുള്ളാനായിട്ട് അവർക്കൊരു പാടുമില്ലാത്ത സ്ഥലത്തേക്കാണ് യഥാർത്ഥത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡ്രോണും ഈ പറയുന്ന അൽഗോറിതം ഉപയോഗിച്ച് മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്ന സ്ഥലത്താണ് നമ്മൾ, അപകടകരമായ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അത് മറന്നുപോയിട്ടല്ല. യുദ്ധത്തിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ സൗദി അറേബ്യ അല്ലെങ്കിൽ ഈ പറയുന്ന UAE ഇങ്ങനെയുള്ള അറബ് രാജ്യങ്ങളിലുള്ള ജനങ്ങളുടെ ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല. എനിക്ക് തോന്നുന്നു ഭരണാധികാരികളിൽ നിന്ന് വിഭിന്നമായുള്ളൊരു ശബ്ദമായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇറാൻ അനുകൂലികളായിട്ടുള്ള ഒരുപാട് അറബികൾ ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന അറബികളുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ USA നിന്ന് വരുന്ന അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് വരുന്ന അത്ര പോലും ശബ്ദം ഇവിടെയുള്ള അറബികളുടെ അടുത്ത് വരുന്നില്ലല്ലോ. അതൊരു അതാത് രാജ്യങ്ങളിലെ കൊച്ചു രാജ്യങ്ങളിലൊക്കെ നിൽക്കുന്ന ജനങ്ങൾക്ക് മിണ്ടാൻ പറ്റുന്ന ഇടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ അത് അറിയേണ്ടതുണ്ട്. അവിടെ ഇരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ജനാധിപത്യം എന്താണെന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത ജനങ്ങളല്ലേ അവര് രാജാവിന്റെ കീഴിൽ ജീവിക്കുന്നവരല്ലേ. അവരെന്ത് പറയുന്ന കാര്യമാണ് പറയുന്നത്. അവർക്ക് നല്ല ജീവിത സൗകര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാല് സമാധാനമായിട്ട് അവർ ഇരുന്നോളും. നല്ല ഭാര്യമാരാകാൻ പറ്റും, സൗകര്യങ്ങളെല്ലാം കിട്ടും. ഭാര്യയായിരിക്കണം എന്നേ ഉള്ളൂ. അത്രയും അത് അങ്ങനെയാണ് പ്രജയായിരിക്കുക എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചോളം സൗദി അറേബ്യയിൽ എല്ലാവർക്കും പഠിക്കാൻ സൗകര്യം ഉണ്ടായി, എല്ലാവർക്കും കാറ് കിട്ടി, എല്ലാവർക്കും വീട് കിട്ടി എന്ന് പറയുന്നത് ജനാധിപത്യമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നമുക്ക് സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടാകുന്ന ഒരാളുകളാകുമ്പോഴേ പറ്റുള്ളൂ. അതേ സമയത്ത് എല്ലാവർക്കും വീട് ഉണ്ടാകുക, എല്ലാവർക്കും ഭക്ഷണം കിട്ടുക എന്ന് പറയുന്നത് ജനാധിപത്യ അവകാശങ്ങളല്ലേ? അതുമാണ്. അതിപ്പോ ചൈനയിലുള്ള ആൾക്കാർക്ക് മുഴുവൻ അത് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് സ്വതന്ത്രമായി തീരുമാനം എടുക്കാൻ കഴിയുന്നവരായിട്ട് അവർ മാറിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതില്ല. ഈ അമേരിക്കയിൽ ഇഷ്ടം പോലെ സംസാരിക്കാൻ അവകാശമുണ്ട്, പക്ഷെ റോഡിൽ കിടക്കേണ്ടി വരും.
ഒരു കേരളത്തിന്റെ പോപ്പുലേഷനോളം ആൾക്കാർ റോഡിൽ കിടക്കുന്നുണ്ട്. ഈ ഇത്രയും ബോംബ് നിർമ്മിച്ച് ലോകം മുഴുവൻ ഇടുന്ന അമേരിക്കയ്ക്ക് അവർക്ക് ആ ആൾക്കാർക്ക് വീട് വെച്ചു കൊടുക്കാൻ എന്തുകൊണ്ട് കാശില്ലാതായി പോയെന്നുള്ളത്, അതാണ് ജനാധിപത്യ വിരുദ്ധത എന്ന് പറയുന്നത്. അത് ജനാധിപത്യമാണ്, അവിടെ സംസാരിക്കാൻ അവകാശമുണ്ട്. പക്ഷേ വീടില്ല, നാടില്ല, റോഡിൽ കിടക്കേണ്ടി വരിക എന്ന് പറയുന്നത് ജനാധിപത്യമാണെന്ന് സംസാരിക്കാൻ ബാധ്യത വരും. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പല നിലവാരത്തിലാണ് രൂപപ്പെടുന്നത്. നമ്മള് അവകാശങ്ങളുള്ള, ഉത്തരവാദിത്തമുള്ള, സ്വന്തം ജീവിതത്തിനെ പറ്റി തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശവും ഉത്തരവാദിത്വവും രണ്ടും ഒന്നിച്ചുള്ള മനുഷ്യരെ ഉണ്ടാക്കുന്ന ലോകത്താണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അതിൽ ചിലത് വന്നു, അത് കാരണം കൊണ്ട് മറ്റേത് നിങ്ങൾ പൊറുക്ക്, കണ്ണടക്കി എന്ന് പറയുന്ന സ്ഥലമാണ്. അങ്ങനല്ല. നമ്മൾ അത് കാരണം കൊണ്ട് ഇത് മനുഷ്യർക്ക് ഉടനെ കിട്ടി, എല്ലാവർക്കും കിട്ടി, അതുകൊണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറയുന്നതിനല്ല. മനുഷ്യ ചരിത്രത്തിനെ പറ്റി പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ മെച്ചപ്പെട്ട കാലത്താണ് ജീവിക്കുന്നതെന്ന് പറയേണ്ടി വരും. യുദ്ധം കുറഞ്ഞ രാജ്യങ്ങളില്, യുദ്ധം കുറഞ്ഞ കാലങ്ങളിലാണ് ജീവിക്കുന്നതെന്ന് പറയേണ്ടി വരും. ജീവിതത്തിൽ ഇത്രയധികം സൗകര്യങ്ങളോടെ മനുഷ്യകുലം ജീവിച്ചിട്ടില്ല എന്നുള്ളത് പറയേണ്ടി വരും. ഇതെല്ലാം നമുക്ക് നിലനിൽക്കും. പക്ഷെ ഇത് നഷ്ടപ്പെട്ടു പോകാനും ഒക്കുന്ന സ്ഥലങ്ങളിലാണ് ഇന്ന് നിൽക്കുന്നത്. അത് ഈ സാങ്കേതിക വിദ്യയുടെ വികാസം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വിഭാഗത്തിന്റെ കയ്യിലേക്ക് അതിന്റെ ആധിപത്യം മുഴുവനും പോവുകയാണെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പുകയായി പോകാനും സാധ്യതയുണ്ട്. മാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുക. ലോകവ്യാപകമായി എൻവയോൺമെന്റിനെ പറ്റി നമ്മളെല്ലാം കൺസേൺഡ് ആയിട്ടിരിക്കുമ്പോൾ യുദ്ധം ആരംഭിക്കുമ്പോൾ ഒരു എൻവയോൺമെന്റും ഇല്ല. ആ സകല പെട്രോളിനകത്തുള്ള പുക കുറയ്ക്കുന്നതിനെ പറ്റി ഇവിടെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുക സർട്ടിഫിക്കറ്റ് കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സകല ഓയിൽ ടാങ്കറിന്റെ മണ്ടയിലും ബോംബ് ചെയ്ത് സകലെടുത്ത് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്ത് മുഴുവൻ, എന്നിട്ട് കറുത്ത പുക പറഞ്ഞാൽ ഒരു 1000 കാറ് കൊണ്ട് ഉണ്ടാകാവുന്ന, ഒരു വർഷം ഉണ്ടാകാവുന്ന പൊല്യൂഷൻ ഒരൊറ്റ ബോംബ് കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഒരു ചർച്ചയില്ല, ഒരു എൻവയോൺമെന്റ് ഇഷ്യൂ ഇല്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ നമ്മുടെ അറിവില് നമ്മൾ അളക്കാൻ തുടങ്ങിയതിന് ശേഷമല്ല, ഈ ഐസ്കോർ പരിശോധിച്ചിട്ട് പോലും ഇത്രയധികം ചൂടുണ്ടായ ഒരു കാലം ഈ ഭൂമിയില് ഇതിനു മുമ്പ് ഈ ഒരു 8 ലക്ഷം വർഷത്തിനകത്തില്ല. അത്രയും ചൂടുണ്ടായിരിക്കുന്ന സ്ഥലത്താണ് ഈ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും മറക്കരുത്. അത് കാരണം കൊണ്ട് നമ്മളെല്ലാരും കൂടെ, മനുഷ്യരെല്ലാരും കൂടെ കഥ കാര്യങ്ങളോട് പറഞ്ഞ് നമ്മൾ തമ്മിൽ അടിച്ചോണ്ടിരിക്കുമ്പോൾ ലോകം ഇങ്ങനെ ഇരുന്ന് തരുമെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. അത് കൂടാതെ ഈ ഇപ്പോൾ പെട്രോൾ ഡോളറിന്റെ വാല്യൂ കുറയും എന്ന് കരുതി പെട്രോളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ഇത് എടുത്തു കളയണ്ടായാണ്. ഞാൻ ഈ ഇത് ആ വിഷയമൊന്നും അറിഞ്ഞുകൂടാതിരുന്ന് വിണ്ടുവൊന്നും അല്ല. ഞാൻ എന്തുകൊണ്ടാണിത് അങ്ങനെ, അതും കൂടി ഇതില് അതിനകത്ത് വ്യത്യാസം വന്നതിന് UN-ല് പെട്രോളിന് പകരം ഡോളറിന് പകരം ആയാല് തനിക്കെന്ത്? ഞാൻ പറയുന്നത് പെട്രോളിന്റെ പ്രാധാന്യം കുറയാതിരിക്കാൻ വേണ്ടി, അവർക്ക് ലാഭം കൂടുതൽ കിട്ടാൻ വേണ്ടിയുള്ള ഒരു പ്രക്രിയ. പെട്രോളിന്റെ പ്രാധാന്യം കുറയ്ക്കണ്ട എന്ന് തീരുമാനിക്കുന്ന വിവരം കെട്ട മനുഷ്യന്മാര് ലോകം ഭരിക്കുന്നു എന്നുള്ള പ്രശ്നമേ ഉള്ളു. അത് അങ്ങനെ മനസ്സിലാക്കണം. നമ്മൾ ഈ പറയുന്നില്ലേ, ഷോർട്ട് ടൈം ആയിട്ടുള്ള വിജയങ്ങൾക്ക് വേണ്ടി ലോങ് ടൈമായ ദ്രോഹം ചെയ്യുന്ന മനുഷ്യരാണ് ഈ ഇരിക്കുന്ന ഭരണാധികാരികൾ മുഴുവനും. അത് നമ്മൾ മനുഷ്യനെന്ന് പറയുന്ന ജീവി കൊടുക്കേണ്ട വരുന്ന വിലയാണ്. നമ്മൾ എലക്ട് ചെയ്ത് ജയിപ്പിച്ചതല്ലയോ മോദിയെ, നമ്മൾ എലക്ട് ചെയ്ത് ജയിപ്പിച്ച ആൾക്കാരല്ലയോ ട്രംപ്. അത് കാരണം കൊണ്ട് എന്താണ് നമുക്ക് ഗുണം? അപ്പൊ നമ്മള് ഒരു ജീവി വിഭാഗം എന്നുള്ള നിലവാരത്തിൽ ആ ലെവലിൽ പരാജയപ്പെട്ടവരാകും. അത് സംശയമൊന്നും ഇല്ലെന്നാണ് ഞാനീ പറഞ്ഞത്. അപ്പൊ അത് നമ്മൾ അങ്ങനെ അറിയണം. നമ്മുടെ ലോകത്ത് നമ്മുടെ ഈ രണ്ട് ഇറാനാണോ ജയിച്ചത്, അമേരിക്കയാണോ ജയിച്ചതെന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ടും ഒന്നിച്ച് തോറ്റുകൊണ്ട് ഇരിക്കാൻ പോവുകയാണെന്നുള്ള ഇടത്താണ് നമ്മളുള്ളത്. അതും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ജനത എന്നുള്ള നിലവാരത്തിൽ, ഒരു ജീവിവർഗം എന്നുള്ള നിലവാരത്തിൽ ഒന്നിച്ച് തോറ്റുകൊണ്ടിരിക്കുന്ന സമയമാണത്. ഒന്നിച്ച് ഈ ക്ലൈമറ്റിനെ, നമുക്ക് ക്ലൈമറ്റിനകത്തുണ്ടാകുന്ന ടിപ്പിംഗ് പോയിന്റ്സ് എന്ന് നമ്മൾ പറയുന്ന തിരിച്ചുവരവിന് സാധ്യതയില്ലാതിരിക്കുന്ന പോയിന്റുകളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അത് യുദ്ധം വരുന്ന സമയത്ത് ഒരു അക്ഷരം പോലും പിന്നെ മിണ്ടലില്ല, ചർച്ചയില്ല. എൻവയോൺമെന്റിനെ പറ്റി പിന്നെ മിണ്ടലില്ല, പൊല്യൂഷനെ പറ്റി ചർച്ചയില്ല. അതുകൊണ്ട് അമേരിക്കയാണോ ജയിച്ചത്, ഇറാനാണോ ജയിച്ചത് എന്നുള്ള ചോദ്യത്തിന്റെ മുന്നിലല്ല ഞാൻ നിൽക്കുന്നത്. മനുഷ്യരെന്നുള്ള നിലവാരത്തിൽ, ജീവിവർഗം എന്നുള്ള നിലവാരത്തിൽ നമ്മൾ പരാജയപ്പെടുക അല്ലയോ എന്ന് ചോദിക്കുന്ന ചോദ്യം ചോദിക്കരുത്. അപ്പൊ പറയാം.